ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. കുട്ടികൾ, നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ്. റീസൺ വരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, ആക്ച്വലി കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് പറഞ്ഞാൽ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന ഏരിയയിൽ വരുന്ന ഒരു സെഷനാണ്. ഓക്കെ, കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്കാണ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ട്രയാങ്കിൾസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് അത് ഓർക്കുക. കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിനകത്ത് 80% ക്വസ്റ്റ്യൻസ് വരുന്നതും ഈ പറയുന്ന ട്രയാങ്കിൾസ് മാത്രമാണ് ചോദിക്കുന്നത്. ആക്ച്വലി കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിനകത്ത് കൗണ്ടിങ് ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, റെക്ടാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട്, സർക്കിൾസ് ഉണ്ട്, ക്വാഡ്രാറ്റസ് ഒക്കെ ആക്ച്വലി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഇത്രയും വലിയൊരു ഏരിയക്കകത്ത് 80% ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കമ്പയർ പറയാൻ പറ്റും. 80% ക്വസ്റ്റ്യൻസ് വരുന്നതും ചോദിക്കുന്നതെല്ലാം കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിനെ ഒരു 5 ബേസ് ഫിഗേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഒരു 5 ബേസ് ഫിഗേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, 5 ബേസ് ഫിഗേഴ്സ്. അതിനകത്ത് തന്നെ ബേസ് ഫിഗർ 1 and 2, 5 ബേസ് ഫിഗേഴ്സിനകത്ത് ബേസ് ഫിഗർ 1 and 2 ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബേസ് ഫിഗർ 1 and 2 ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ക്വസ്റ്റിനകത്ത് തന്നെ 75%ഓളം ക്വസ്റ്റ്യൻസ് വരുന്നത് ബേസ് ഫിഗർ 1 and 2 അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, ബേസ് ഫിഗേഴ്സ് 1 and 2 പ്രത്യേകം വരാം, അല്ലെങ്കിൽ ബേസ് ഫിഗർ 1 and 2 കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് 80% ക്വസ്റ്റിനകത്തും ഒരു 75% ക്വസ്റ്റ്യൻസ് വരുന്നതും ബേസ് ഫിഗർ 1 and 2 വെച്ച് മാത്രമാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബേസ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് കൂടാതെ ബേസ് ഫിഗർ 1 and 2. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി ബേസ് ഫിഗർ 1 and 2 മാത്രമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ ടോപ്പിക് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കൂടാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഒരു ട്രിക്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു ബേസ് ഫിഗേഴ്സ് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സ്പീഡ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ നേരത്തെ പറഞ്ഞ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിനകത്ത് ട്രയാങ്കിൾസ് ചോദിക്കും, സ്ക്വയേഴ്സ്, റെക്ടാങ്കിൾസ്, ക്വാഡ്രിലാറ്ററൽസ്, സർക്കിൾസ് ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 5 ബേസ് ഫിഗേഴ്സ് ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ഫിഗർ 1 and 2 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. 80% ക്വസ്റ്റിനകത്ത് തന്നെ 75% ക്വസ്റ്റ്യൻസ് വരുന്ന ബേസ് ഫിഗർ 1 and 2 വെച്ച് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് സ്ക്വയേഴ്സ്. ഓക്കെ, കൗണ്ടിങ് ഓഫ് സ്ക്വയേഴ്സ് ചോദിക്കും. അപ്പോൾ അവിടെയും പ്രത്യേക ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ക്വയേഴ്സിനും അതുപോലെ തന്നെ റോംബസ്. ഓക്കെ, സ്ക്വയേഴ്സിനും റോംബസിനും ആക്ച്വലി രണ്ടിനും ഒരേ ട്രിക്ക് കേട്ടോ, സെയിം ട്രിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, കാര്യം എല്ലാ റോംബസും സ്ക്വയർ പോലെ തന്നെ എല്ലാ സൈഡിലും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുപേർക്കും ഒരേ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാതെ റെക്ടാങ്കിൾസിനും അതുപോലെ പാരലോഗ്രാം. ഓക്കെ, റെക്ടാങ്കിൾസിനും പാരലോഗ്രാമിനും ഒരേ ട്രിക്കാണ്, സെയിം ട്രിക്കാണ്. കാര്യം നമുക്കറിയാം എല്ലാ റെക്ടാങ്കിൾസും ആക്ച്വലി പാരലോഗ്രാംസ് ആണ് അല്ലേ, ഓപ്പോസൈറ്റ്സ് ഈക്വലും പാരലും ആയത് കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരേ ട്രിക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നീട് ആക്ച്വലി ഈ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽസിനും സർക്കിൾസിനും അങ്ങനെ പ്രത്യേക ട്രിക്സ് ഒന്നുമില്ല കേട്ടോ, പ്രത്യേക ട്രിക്സ് പഠിക്കേണ്ട കാര്യമില്ല. ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നോക്കി എണ്ണിയെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കൗണ്ടിങ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ചോദിച്ചാലും സർക്കിൾസ് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതാം. വളരെ ഇമ്പോർട്ടൻറ്റ് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 1 and 2 ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് എന്തായാലും കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് ബേസ് ഫിഗർ. ഓക്കെ, ബേസ് ഫിഗർ 1 ഇതാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസ് ഫിഗർ 1 ഇതാണ്, വളരെ സിമ്പിളാണ്. ഈ ഫിഗർ കണ്ടാൽ നമുക്കറിയാം എന്താണ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലേ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഉണ്ടാകും. ഉറപ്പായിട്ടും സിമ്പിളായിട്ട് പറയാം അല്ലേ, മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് ഒരു ലൈൻ വരച്ചത് കാരണം രണ്ട് ചെറിയ ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, പിന്നെ എന്താണ് 2 പേരോട് ചേർത്തല്ലേ ആ ഫുൾ ട്രയാങ്കിളാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എവിടെ കണ്ടാലും 3 ട്രയാങ്കിൾസ് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഫിഗർ 1. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 3 കിട്ടിയത് ഇങ്ങനെ പറയാം, ഈ 1+2 ഉണ്ടോ, ഈ 1+2 നമുക്ക് 3 എന്നും പറയാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. കാര്യം ഈ ഒരു ഐഡിയയിൽ ഈ 1+2 = 3 എന്ന ഐഡിയയിലാണ് നമുക്ക് ഈ ബേസ് ഫിഗർ 1 വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് ഫിഗർ 1. വളരെ സിമ്പിളാണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ ഒരു വെട്ടക്സ്, ഏതെങ്കിലും ഒരു വെട്ടക്സ് നിന്ന് അയാളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് കാരണം ഈ ഒരു ഫിഗറിൽ മൊത്തം നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമ്പർ 3 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റാണെന്ന് വരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ബേസ് ഫിഗർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഒരു ഫിഗറിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ ബേസ് ഫിഗർ 1ന്റെ ആപ്ലിക്കേഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, ആദ്യം എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫിഗർ ആദ്യം മനസ്സിലാക്കുക. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ വെട്ടക്സ് അല്ലെ, മുകളിലത്തെ വെട്ടക്സ് നിന്ന് ബേസിലേക്ക് ഇങ്ങനെ 1, ഓക്കെ 2, 3 ലൈൻസ് വരച്ചു. ഓക്കെ, 3 ലൈൻസ് വരച്ചു കാരണം അകത്ത് എന്താണ് 1, 2, 3, 4 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ അകത്ത് 3 ലൈൻസ് വരച്ചു കാരണം 4 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഈ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. 1 + 2 + 3 + 4 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 10 കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ഫിഗറിൽ മൊത്തം 10 ട്രയാങ്കിൾസ് ആണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഇവിടുത്തെ 1 + 2 അല്ലെ, 1 + 2 നമുക്ക് 3 പറയുന്ന പോലെ, ഈ 1 + 2 3 പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് എടുക്കാം. 1 2 3 4. ഓക്കെ, 4 പേരുണ്ട്, അത് കാരണം 1 + 2 + 3 + 4 മൊത്തം 10 ട്രയാങ്കിൾസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ട്രയാങ്കിൾസ് എന്നെ കാണിച്ചു തരാം. ഓക്കെ, അതുകൂടെ നോക്കിക്കോളൂ. അതായത് മുകളിലത്തെ വെട്ടക്സ് നിന്ന് ബേസിലേക്ക് ഇങ്ങനെ 3 ലൈൻസ് വരച്ചു കാരണം അകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ്, 4 പേര് ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെന്താണ് ഈ 1ഉം 2ഉം കൂടെ ചേർന്നിട്ട്, ഓക്കെ ഈ 1ഉം 2ഉം കൂടെ ചേർന്ന് നമുക്ക് പറയാം 5ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയാം. അതുപോലെ 2ഉം 3ഉം കൂടെ ചേർന്ന് നമുക്ക് 6ാം ട്രയാങ്കിൾ എന്ന് പറയാം. 3ഉം 4ഉം കൂടെ ചേർന്ന് നമുക്ക് 7 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 7 പേരായി. പിന്നീട് 1ഉം 2ഉം 3ഉം കൂടെ ചേർന്ന് നമുക്ക് 8ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയാം. അതുപോലെ 2ഉം 3ഉം 4ഉം കൂടെ ചേർന്ന് നമുക്ക് 9 ട്രയാങ്കിൾ എന്ന് പറയാം. പിന്നെ എല്ലാവരും 4 പേരോട് ചേർത്ത് ഫുൾ ട്രയാങ്കിൾ ആണ് ആക്ച്വലി 10ാമത്തെ ട്രയാങ്കിൾ. കണ്ടോ? ഇങ്ങനെ ആക്ച്വലി എണ്ണി എടുക്കുന്നത് നമുക്ക് അതിനുള്ള സമയമില്ല, നമുക്ക് വളരെ തുച്ഛമായ സമയം ചെയ്ത് തീർക്കാൻ പറ്റണം. അപ്പോൾ ഓർക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൽ ഒരു വെട്ടക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻസ് വരച്ചത് കാരണം 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് വന്നു, അല്ലെങ്കിൽ 4 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇത്രയേ ഉള്ളൂ. ഈ നമ്പേഴ്സ് വെറുതെ 1 + 2 + 3 + 4 ചെയ്താൽ മതി, 10 ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സെറ്റാണെന്ന് വരുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഓക്കെ, ഈ ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ നമുക്ക് എന്താണ് ബേസ് ഫിഗർ 1 വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഫിഗർ പക്കായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ മുകളിലത്തെ വെട്ടക്സ് നിന്ന് താഴത്തേക്ക് അല്ലേ, തൽക്കാലം നമുക്ക് ഇതൊരു ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു ബേസ് ആയിട്ട് എടുത്താൽ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാമല്ലോ. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താണ് അവിടെ ഇതേപോലെ തന്നെ മുകളിലത്തെ വെട്ടക്സ് നിന്ന് ബേസിലേക്ക് 1 2 3 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. കാരണം 1 2 3 4 5 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടും? 1 + 2 + 3 + 4 + 5, അത് തന്നെ 15 ട്രയാങ്കിൾസ് ഓൾറെഡി കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഫിഗർ എങ്ങനെ വലുതാകുന്നു നോക്കിക്കോളൂ. ഓക്കെ, വീണ്ടും ഈ സൈഡിൽ നിന്നല്ലേ, ഈ വെട്ടക്സിൽ നിന്ന് വീണ്ടും ലൈൻസ് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വീണ്ടും വലിയൊരു ബേസോട് കൂടി ഇതേപോലെ എന്താണ് ഇങ്ങനെ നമുക്ക് എടുക്കാമല്ലോ അല്ലേ? ഈ ഒരു സെറ്റ് നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ അവിടെയും ഉണ്ട് 1 2 3 4 5 ചെറിയ ട്രയാങ്കിൾസ്. അങ്ങനെയെങ്കിൽ അവിടെ ഇതേപോലെ 1 + 2 + 3 + 4 + 5 അതും കിട്ടും. 15 ട്രയാങ്കിൾസ്. ടോട്ടൽ എത്രയായി? 15 + 15 മൊത്തം 30 അല്ലേ? ഓപ്ഷൻ സി 30 ട്രയാങ്കിൾസ് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബേസ് ഫിഗറിന്റെ ഒരു ആപ്ലിക്കേഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണിത്. അപ്പോൾ ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സെറ്റായി വരുന്നതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗറിനുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ ഫിഗർ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? അവിടെ മുകളിലത്തെ വെട്ടക്സ് ബേസിൽ ആ വലിയ ബേസിലേക്ക് കുറെ ലൈൻസ് പോയിട്ടുണ്ട്. കൂടാതെ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ എന്താണ് ബേസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഓരോ ബേസ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇതേപോലെ ഫസ്റ്റ് ഈ ഒരു ബേസ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട്. അത് കാരണം 1 + 2 + 3 + 4 ഇവിടെ കിട്ടും നമുക്ക് എത്ര? 10 ട്രയാങ്കിൾസ്. വീണ്ടും അടുത്ത ഈ ബേസ് കാരണം ഇതുപോലെ 1 2 3 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എടുക്കാം 1 + 2 + 3 എന്നാണ് 6 ട്രയാങ്കിൾസ് കിട്ടും. അതുപോലെ അടുത്ത ഈ ബേസ് എടുക്കാം.
ഓക്കെ, അവിടെയും ഇതുപോലെ തന്നെ 1 2 3 പേര്, ആ ബേസ് കാരണം 3 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ടാകും. അങ്ങനെ വീണ്ടും 1 + 2 + 3 അവിടെയും കിട്ടും 6 പേര്. പിന്നെ എന്താണ് ഏറ്റവും വലിയ ബേസ് എടുക്കാം. അവിടെ എത്രയുണ്ട്? 1 2 3 4 5 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഇവിടെയും 1 + 2 + 3 + 4 + 5 അല്ലേ, എത്രയാണ്? 15 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയായി? 15 + 6 21, 21 + 6 27, 27 + 10 37. ഓപ്ഷൻ സി 37 ട്രയാങ്കിൾസ് ഉണ്ട് കേട്ടോ. അത് വളരെ സിമ്പിൾ അല്ലേ, തുച്ഛമായ സമയം മതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന ചോദ്യമാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ട്രയാങ്കിൾസ് കാണണം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് 30 കിട്ടും അല്ലേ. കാര്യം എന്താണ്? നമുക്ക് ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ബേസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 പേരുണ്ട് അല്ലേ. ഇവന്തോ ആ ലൈൻ ചരിഞ്ഞ ലൈനാണെങ്കിൽ ആണെങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന പോലെ അതൊരു ബേസ് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ട്രിക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ 5 പേരുള്ളത് കാരണം 1 + 2 + 3 + 4 + 5 അത് 15 ട്രയാങ്കിൾസ്. ഓക്കെ, വീണ്ടും അതുപോലെ അടുത്ത ഈ ബേസ് കാരണം ഓക്കെ ഇതുപോലെ 1 2 3 4 5 പേരുണ്ട്. അങ്ങനെ അവിടെയും 1 + 2 + 3 + 4 + 5 അതും കിട്ടും 15 ട്രയാങ്കിൾസ്. അപ്പോൾ ഒറ്റയടിക്ക് എത്രയായി? 15 + 15 30ആയി. അത് ആക്ച്വലി ഓപ്ഷനകത്തുണ്ട്, പക്ഷെ ഉത്തരം അതല്ല. അപ്പോൾ ഇവിടെ ഫിഗർ ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നേരത്തെ വെച്ച ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ബേസ് വരച്ചിരിക്കുന്നത് ആ ലൈൻ പോയി മീറ്റ് ചെയ്ത് മറ്റൊരു വെർട്ടെക്സിലാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയേ, അവിടേക്കാണോ? അവിടേക്ക് എന്താണ്? ഈ താഴത്തെ ബേസിൽ അല്ലെങ്കിൽ താഴത്തെ ബേസ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു വെർട്ടെക്സൊന്നും ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്നില്ല അല്ലേ. കണ്ടോ, ഇവിടെ നിന്നും മറ്റു വെർട്ടെക്സ് പോയി മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് എന്ത് പറ്റി? ഈ ലൈൻ പോയി മീറ്റ് ചെയ്ത് മറ്റൊരു വെർട്ടെക്സിലാണ്. അപ്പോൾ വെർട്ടെക്സ് വരുന്ന കാരണം ആക്ച്വലി എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്. അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എക്സ്ട്രാ ട്രയാങ്കിൾ പറഞ്ഞാൽ ഈ വെർട്ടെക്സിൽ പോയി മീറ്റ് ചെയ്തത് കാരണം കണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എക്സ്ട്രാ വരുന്നില്ലേ. കാണുന്നുണ്ടോ ഈ പച്ച ട്രയാങ്കിൾ? അപ്പോൾ ഇതാണ് ആര്? 31ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, സെറ്റ് അല്ലേ. വീണ്ടും അടുത്ത ഈ ലൈൻ എടുക്കുമ്പോൾ, ഈ രണ്ടാം ലൈൻ എടുക്കുമ്പോൾ വീണ്ടും ഇതേപോലെ കണ്ടോ ഒരു ട്രയാങ്കിൾ വരും. ഇതാണ് 32ാമത്തെ ട്രയാങ്കിൾ. വീണ്ടും അടുത്ത ഈ ലൈൻ കാരണം കണ്ടോ ഇങ്ങനെ വരും 33ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, വീണ്ടും അടുത്ത ഈ ലൈൻ കാരണം ഇങ്ങനെ കിട്ടും 34. വീണ്ടും ഈ ലൈൻ കാരണം ഇങ്ങനെ കിട്ടും 35. കണ്ടോ ഈ കുഞ്ഞൻ ട്രയാങ്കിൾ 35ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം ഇവിടെ 35 ട്രയാങ്കിൾസ് ആണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഈ നടുക്കൂടെ പോയ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആ വലിയ സെറ്റിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വെർട്ടെക്സിൽ പോയി മീറ്റ് ചെയ്യുന്ന കാരണമാണ് എക്സ്ട്രാ 5 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബേസ് ഫിഗർ 1ന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ 5 പേരുണ്ടായിരുന്നു. അവരെ നമ്മൾ മെനക്കെട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത്യാവശ്യം ഫിഗർ വരച്ച് പഠിച്ച് നന്നായിട്ട് ഫെമിലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? വളരെ സിമ്പിൾ ഫിഗർ ആണല്ലേ. ഈ ഒരു ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എടുക്കാം. അവിടെ എന്താണ്? അകത്ത് മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് 2 ലൈൻസ് ഉണ്ട്. അത് കാരണം 1 2 3 കുഞ്ഞൻ ട്രയാങ്കിൾ. 1 + 2 + 3 ഇവിടെ കിട്ടും 6 പേര്. ഇനി അടുത്തെന്താണ്? ഈ തലകുത്തനെ ഇരിക്കുന്നത് നമ്മുടെ ബേസ് ഫിഗർ 1 ആണല്ലേ. ബേസ് ഫിഗർ 1 ആണ്. അത് കാരണം അവിടെ കണ്ടതറിയാം, അവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 6 + 3 മൊത്തം 9 പേര്. ഓപ്ഷൻ ബി. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സെറ്റ് ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗറിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വേണം. ഓക്കെ, ഇവിടെയും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ബേസ് ഫിഗർ, ഇത് നമ്മുടെ ബേസ് ഫിഗർ 1 വെച്ച് മാത്രമുള്ള ഫിഗറാണ്. ആ ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ മൊത്തം എത്ര പേരുണ്ട്? നമുക്ക് നടുക്കും സ്റ്റാർട്ട് അല്ലേ. നടുക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്നത് ആരാ? നമ്മുടെ ബേസ് ഫിഗർ, കുഞ്ഞൻ ബേസ് ഫിഗർ, ചെറിയൊരു ബേസ് ഫിഗർ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫിഗർ എവിടെ കണ്ടാലും പറയാം അവിടെ 3 ട്രയാങ്കിൾസ്. കുഴപ്പമില്ലല്ലോ. വീണ്ടും ലൈൻസ് എങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്? ഇവിടുന്ന് ലൈൻസ് വീണ്ടും മുകളിലേക്ക് എക്സ്റ്റെൻഡ് ആയി. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി അല്ലേ. അതും വീണ്ടും ആരാണ്? കുറച്ചും കൂടെ വലിയൊരു ബേസ് ഫിഗർ 1 ആണ്. അവിടെ കിട്ടും 3 ട്രയാങ്കിൾസ്. ഓക്കെ, സെറ്റ് അല്ലേ. വീണ്ടും അതുപോലെ എന്താണ്? ഈ ലൈൻസ് വീണ്ടും മുകളിലേക്ക് എക്സ്റ്റെൻഡ് ആകുന്നു. കണ്ടോ, വീണ്ടും നമുക്ക് വീണ്ടും വലിയൊരു ബേസ് ഫിഗർ 1, കുറച്ചുകൂടെ വലിയ ബേസ് ഫിഗർ 1 ഉണ്ടായി. അവിടെയും കിട്ടും നമുക്ക് 3 ട്രയാങ്കിൾസ്. ഇത് കൂടാതെ മുകളിലുണ്ട് ഏറ്റവും മുകളിൽ കുഞ്ഞൻ ഒരു ചെറിയൊരു ബേസ് ഫിഗർ 1 ഉണ്ട്. അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. അപ്പോൾ എത്രയായി? മൊത്തം 12 പേരായി.
ഓപ്ഷൻ ബി 12 or more അല്ലേ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഉണ്ടോ? ആ ബേസ് ഫിഗേഴ്സ് അറിയെങ്കിൽ വളരെ സിമ്പിളായി എണ്ണി പോകാൻ പറ്റും അല്ലേ, തുച്ഛമായ സമയം മതി. സെറ്റാണെന്ന് കരുതുന്നു, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഓക്കെ, ഈ ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാം. കുഞ്ഞുങ്ങളെ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണത്. ഏതൊരു എക്സാം എടുത്താലും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹൗ മെനി ട്രയാങ്കിൾസ്? ഓക്കെ, അത് ഫിഗർ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫിഗർ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ കയ്യിൽ വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ആ ട്രയാങ്കിളിനകത്ത് ഓക്കെ ഓരോ വെർട്ടെക്സിനും ഓപ്പോ സൈഡിലേക്ക് ലൈൻസ് പോകുന്നു അല്ലേ. രണ്ടാമത്തെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് അടുത്ത ലൈൻ പോയി, മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും അതേപോലെ ഓപ്പോസിറ്റ് ലൈൻ പോയി. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഫിഗർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണാൻ സൗകര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ 3 ബേസ് ഫിഗർ 1 ചേർത്ത് വയ്ക്കുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ബേസ് ഫിഗർ 1. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ബേസ് ഫിഗറിൽ എന്താണ് 3 ട്രയാങ്കിൾസ് ഉണ്ട്, സംശയമില്ലല്ലോ. വീണ്ടും ഇതേപോലെ രണ്ടാമതൊരു ബേസ് ഫിഗർ 1 ചേർത്ത് വയ്ക്കുന്നു അവിടെ. ഓക്കെ, അപ്പോൾ അവിടെയും കിട്ടണം എത്ര? 3 ട്രയാങ്കിൾസ്. വീണ്ടും അതുപോലെ മൂന്നാമത്തെ ബേസ് ഫിഗർ 1 കണ്ടോ, വീണ്ടും ചേർത്ത് വെച്ചു. അപ്പോൾ അവിടെയും കിട്ടണം 3 ട്രയാങ്കിൾസ്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റും 3 ബേസ് ഫിഗർ 1 ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫിഗർ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എത്രയായി? 9 അല്ലേ. ഇപ്പോൾ തന്നെ 9 ട്രയാങ്കിൾസ് ഓൾറെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ശരി. ഇനി മനസ്സിലാക്കണം എന്താണ്, ഈ 3 ബേസ് ഫിഗർ 1 ചേർത്ത് വെച്ചപ്പോൾ എന്തായി? വീണ്ടും വലിയൊരു ബേസ് ഫിഗർ 1 ഉണ്ടായില്ലേ. ഓക്കെ, 3 പേരും ചേർത്തപ്പോൾ വീണ്ടും വലിയ ട്രയാങ്കിൾ ഉണ്ട്. കൂടാതെ ഇതേപോലെ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് കണ്ടോ ഓപ്പോസിറ്റ് ലൈൻ വരുന്നു. അപ്പം വീണ്ടും ആരായി? വലിയ ഒരു ബേസ് ഫിഗർ 1 ഉണ്ടായി. ഈ ബേസ് ഫിഗർ 1 എത്ര പേരുണ്ടാകണം? 3 ട്രയാങ്കിൾസ് അല്ലേ, 3 പേരുണ്ടാകും. 9 + 3 ഇപ്പം തന്നെ 12 പേരായി. ഓക്കെ, പിന്നീട് ഇതിനകത്തുണ്ടാകുന്ന ലൈൻസ് അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ആക്ച്വലി ലൈൻസ് ആരൊക്കെ ഉള്ളത്? ഓക്കെ, അപ്പം നമുക്ക് എന്തായി? വലിയ ബേസ് ഫിഗർ 1 ആയി. അതിനകത്ത് തന്നെ മുകളിലത്തെ വെർട്ടെക്സ് ഈ ലൈൻ പോയി. അങ്ങനെയെങ്കിൽ അടുത്ത വെർട്ടെക്സിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ പോകുമ്പോൾ അവിടെയും എന്ത് സംഭവിക്കും? ആക്ച്വലി 3 തോന്നുന്നു, പക്ഷെ 3 എടുക്കാൻ പറ്റത്തില്ല. അതായത് ഫിഗർ മനസ്സിലാക്കുക, ഇതേ ഒരു വലിയ ട്രയാങ്കിളിനകത്ത് ഓക്കെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വെർട്ടെക്സിൽ നിന്ന് അടുത്ത ഈ ലൈൻ പോകുമ്പോൾ ഈ വലിയ ട്രയാങ്കിളിന് അത് 2 ട്രയാങ്കിൾസ് ആയിട്ട് മുറിക്കും അല്ലേ. ആ വലിയ ട്രയാങ്കിളിനെ 2 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് മുറിക്കും. ഓക്കെ, പിന്നീട് ആക്ച്വലി ഉള്ള ഈ ഫുൾ ട്രയാങ്കിൾ ഈ 3 എണ്ണുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 2 എടുക്കാൻ പറ്റും. ഇപ്പോൾ 12 + 2 ആയി. അതുപോലെ തന്നെ വീണ്ടും എന്താണ്, ഇതേ ട്രയാങ്കിളിനകത്ത് അടുത്ത വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻ പോകുന്നു. അപ്പോൾ വീണ്ടും അതേ ട്രയാങ്കിളിനെ 2 കുഞ്ഞൻ ട്രയാങ്കിളായിട്ട് മുറിക്കും. അപ്പോൾ വീണ്ടും 2 പേരുടെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ 12 + 2 + 2 മൊത്തം 16 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എ 16 ആണ് ശരി ഉത്തരം. അപ്പം വീണ്ടും ഓർപ്പിക്കുകയാണ്, ഈ ഒരു ഫിഗർ പറ്റും കാണാൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ എവിടെ കണ്ടാലും 16 ട്രയാങ്കിൾ എന്ന് പറയണം. ഇത് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റിനകത്തൊക്കെ ഈ ഫിഗറിനകത്ത് കുറേ ഡെക്കറേഷൻ വരുന്നുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ ഫിഗർ മനസ്സിലാക്കുക, ഈ ഒരു ഫിഗറിനകത്ത് മൊത്തം 16 ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ എണ്ണി കാണിച്ച് ക്ലിയർ ആണെന്ന് വരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വലിയൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഓരോ വെർട്ടെക്സിനും ഓപ്പോസിറ്റ് സൈഡിലേക്ക് 3 ലൈൻസ് പോകുന്നു. അത് കാരണം അവിടെ 16 ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ഒരു ബേസ് ഫിഗർ പോലെ പഠിക്കേണ്ട, പ്രത്യേകം മറ്റൊരു ബേസ് ഫിഗർ പോലെ പഠിക്കേണ്ട കാര്യം ബേസ് ഫിഗർ 1ൻ്റെ കോമ്പിനേഷൻ ആണിത്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ എവിടെ കണ്ടാലും പറ്റുമെങ്കിൽ 16 ട്രയാങ്കിൾസ് പഠിച്ചു വെക്കുക. സെറ്റല്ലേ? ശരി, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷൻ എന്ന ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? അപ്പോൾ ഫിഗർ ആദ്യം കാണുമ്പം കുറച്ച് കൺഫ്യൂഷൻ ആണ് അല്ലേ. നമുക്ക് എങ്ങനെ എണ്ണി തുടങ്ങണം നമുക്ക് കൺഫ്യൂഷൻ ആക്ച്വലി ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഫിഗർ ആക്ച്വലി ഇവിടെ ഉണ്ട്. അപ്പം അയാളെ വ്യക്തത മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യം എളുപ്പമായി. ഇപ്പോൾ ഫിഗർ നോക്കി, ഈ കാണുന്നത് കണ്ടോ, വലിയ ട്രയാങ്കിൾ. ഓക്കെ, വലിയ ട്രയാങ്കിൾ ഉണ്ട്. കൂടാതെ ഓരോ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കണ്ടോ, ഇങ്ങനെ 1, ഇങ്ങനെ 2 കണ്ടോ, ഇങ്ങനെ 3 ലൈൻ വരച്ചു. അപ്പം നേരത്തെ കണ്ട ഫിഗറായി. ആ വലിയ ട്രയാങ്കിളിനകത്ത് ഓരോ വെർട്ടെക്സിനും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കണ്ടോ 3 ലൈൻസ് വരച്ചു. അപ്പം നമുക്കറിയാം ഓൾറെഡി ഇതിൽ 16 ട്രയാങ്കിൾസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, പിന്നീട് എക്സ്ട്രാ വരുന്ന ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എക്സ്ട്രാ പോകുന്ന ലൈൻസും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബാക്കി ആരൊക്കെയാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത ലൈൻ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ലൈൻ കാരണം എന്ത് പറ്റും? വീണ്ടും മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു കുഞ്ഞൻ ഒരു ബേസ് ഫിഗർ 1 എക്സ്ട്രാ ഉണ്ടായി. അപ്പോൾ അവിടെ 3 ട്രയാങ്കിൾ. വീണ്ടും അടുത്ത ഈ ലൈൻ കാരണം ഇവിടെയും ഒരു ബേസ് ഫിഗർ 1 ഉണ്ടാകുന്നു. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഇവിടെയും ഒരു ബേസ് ഫിഗർ 1 ഉണ്ടാകുന്നു. അത് കാരണം ഇവിടെയും കിട്ടും നമുക്ക് 3 ട്രയാങ്കിൾസ്. പിന്നെ ആക്ച്വലി ആരുണ്ട്? പിന്നീട്
രണ്ട് സൈഡിലായിട്ട് ചിറക് പോലെ ദേ ഇങ്ങനെ ഓരോ ട്രയാങ്കിൾ ഉണ്ടോ, ഇങ്ങനെ ഓരോ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഓൾറെഡി 16 + 3 + 3 22ആയി. ഇത് 23ാമത്തെ ട്രയാങ്കിൾ, ഇത് 24ാമത്തെ ട്രയാങ്കിൾ ഉണ്ടോ, 24. ഓപ്ഷൻ സി 24 റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 16 ട്രയാങ്കിൾ ഫിഗർ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് വരച്ച് പഠിച്ച് നന്നായിട്ട് ശീലമാക്കി എടുക്കുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി 16 ട്രയാങ്കിൾ ഫിഗറിനകത്താണ് ഡെക്കറേഷൻ വന്ന് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൊത്തം 24 പേരാണ്, ഓപ്ഷൻ സി. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഫിഗർ 2. ഓക്കെ, രണ്ടാമത്തെ ബേസ് ഫിഗർ ഉണ്ടോ, ഈ ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂന്ന് ഫിഗേഴ്സ് ഇവിടെ ബേസ് ഫിഗർ 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ എത്ര ട്രയാങ്കിൾസ് ചോദിക്കാം, ഇവിടെ ചോദിക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ബേസ് ഫിഗർ 2. ഓക്കെ, അപ്പോൾ ഫിഗർ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫിഗർ ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, ആ ക്വാഡ്രിലാറ്ററിനകത്ത് ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ 2 ഡയഗണൽസ് മാത്രം വരച്ചു. ഓക്കെ, 2 ഡയഗണൽസ് മാത്രം വരച്ചു. അങ്ങനെയെങ്കിൽ ഈ ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചോദിക്കും. എത്ര ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, മൊത്തം 8 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 ഡയഗണൽസ് വരച്ചത് കാരണം അകത്ത് 1, 2, 3, 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം വളരെ സിമ്പിളായിട്ട് പറയാം, മൊത്തം ഇവിടെ 4 × 2 8 പേരെന്ന് പറയാം. ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം. ഓക്കെ, ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. 2 ഡയഗണൽസ് ഉള്ളത് കാരണം അകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 4 × 2 മൊത്തം 8 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി എണ്ണി കാണിച്ചു തരാൻ വിഷമിക്കേണ്ട, ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററിനകത്ത് 2 ഡയഗണൽസ് വരച്ചപ്പം ഉറപ്പായിട്ട് നേരത്തെ കണ്ട പോലെ 4 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. പിന്നെന്താണ് മനസ്സിലാക്കാൻ പറ്റും, ഒരു സ്ക്വയറിനകത്ത് അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററിനകത്ത് ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ 2 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് മുറിക്കും. അങ്ങനെ 6 പേരായി. വീണ്ടും അതേപോലെ അടുത്ത ഡയഗണൽ കാരണം എന്ത് പറ്റുന്നു, ഇതേ സ്ക്വയർ 2 ആയിട്ട് മുറിക്കും. അങ്ങനെ വീണ്ടും നമുക്ക് 2 പേര് എക്സ്ട്രാ ആയി. അപ്പോൾ എത്രയായി, 4 + 4 മൊത്തം 8 പേരെന്ന് കിട്ടും. ഇങ്ങനെ ആക്ച്വലി എണ്ണി എടുക്കേണ്ടത്. പക്ഷെ അത്രയൊന്നും ചെയ്ത് ആലോചിച്ച സമയങ്ങളുടെ കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാം. 2 ഡയഗണൽസ് മാത്രം വരച്ചത് കാരണം 1, 2, 3, 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കൊണ്ട് 4 × 2 8 ഡയറക്റ്റ് പറയാൻ പറ്റും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെ അടുത്ത ഫിഗർ എന്തായിരിക്കും, ഇതേപോലെ ആ ഒരു ക്വാഡ്രിലാറ്ററത്തെ 2 ഡയഗണൽസ് കൂടാതെ ഒരു ഓപ്പോസൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് നടുക്കൂടെ ലൈനോടെ എക്സ്ട്രാ വരച്ചു. ഇതാണല്ലോ നെക്സ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ എത്ര ട്രയാങ്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 1, 2, 3, 4, 5, 6 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം നിങ്ങൾക്ക് പറയാം 6 × 2 മൊത്തം 12 ട്രയാങ്കിൾസ് ഉണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഫിഗർ. ഓക്കെ, വീണ്ടും എന്താണ്, അടുത്ത പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും കൂടെ ജോയിൻ ചെയ്തു. അതാണ് 3ാമത്തെ ഫിഗർ. അതാണ് അപ്പം അങ്ങനെയുള്ള വരയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു, അകത്ത് 1, 2, 3, 4, 5, 6, 7, 8 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ 8 × 2 16 ട്രയാങ്കിൾസ് ഒറ്റയടി പറയാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും എണ്ണി കാണിച്ചു തരാം, നോക്കുക. അപ്പം ഈ 8 നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു, 8 വരെ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പം ഈ ഫിഗറിനകത്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു എക്സ്ട്രാ ലൈൻ വരച്ചപ്പോൾ ഈ കാണുന്ന ഈ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി നേരത്തെ എണ്ണിയ ട്രയാങ്കിൾ ഇവിടെ 8 എണ്ണിയതാണ്. അതിലേക്ക് ഈ ലൈൻ കാരണം വീണ്ടും 2 ചെറിയ ട്രയാങ്കിൾ, അപ്പോൾ 8 × 2 10ആയി. വീണ്ടും ഈ ലൈൻ കാരണം ഇവിടെ 2 എക്സ്ട്രാ ട്രയാങ്കിൾ, അങ്ങനെ 12 ആകുന്നു. ഓക്കെ, അടുത്ത ഫിഗറിൽ എന്താണ്, ഇങ്ങനെ എക്സ്ട്രാ ലൈൻ വരയ്ക്കുന്നു. അപ്പം ഈ ഒരു ട്രയാങ്കിൾ എന്താകുന്നു, 2 ആയിട്ട് മുറിക്കുന്നു അല്ലേ. അങ്ങനെ 12ഉം 2ഉം 14ആയി. അടുത്ത ഈ ട്രയാങ്കിൾ എന്താണ്, 2 ആയിട്ട് മുറിയുന്നു. അപ്പം 15ഉം 16ഉമായി. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം അത്രയൊന്നും ആലോചിച്ച് സമയങ്ങളുടെ കാര്യമില്ല, വളരെ സിമ്പിൾ ആലോചിച്ചാൽ മതി. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ആദ്യം 2 ഡയഗണൽസ് മാത്രം വരച്ചപ്പോൾ അകത്ത് 4 കുഞ്ഞൻ ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം 4 × 2 8 ട്രയാങ്കിൾസ്. നെക്സ്റ്റ് ഫിഗറിനകത്ത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ലൈൻ വന്നു. അത് കാരണം അകത്ത് 6 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 6 × 2 12 പേരാണ് ഈ ബേസ് ഫിഗർ 2നകത്ത്. 3ാമത്തെ ബേസ് ഫിഗർ 2 ഇതാണ്. എന്താണ്, മൊത്തം അകത്ത് 8 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം 8 × 2 മൊത്തം 16 ചെറിയ ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2. അപ്പോൾ ബേസ് ഫിഗർ 2 എന്ന് പറഞ്ഞാൽ 3 സെറ്റാണ്. അത് 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2, 12 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2, അതുപോലെ 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എവിടെ കണ്ടാൽ നിങ്ങൾ ഇതുപോലെ പറയാൻ പറ്റണം. ഓക്കെ, ഈ ഒരു ഫിഗർ കണ്ടാൽ 8 പേര്, ഈ ഫിഗർ കണ്ടാൽ 12 പേര്, ഈ ഫിഗർ കണ്ടാൽ 16 പേര് ഒറ്റയടി പറയണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ ബേസ് ഫിഗർ 1 കണ്ട പോലെ അവിടെ 3 ട്രയാങ്കിൾസ് ആണ്. അത് കണ്ടതുപോലെ തന്നെ ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാമല്ലോ. നമ്മുടെ 3 ബേസ് ഫിഗർ 2. ഓക്കെ, സെറ്റാണ്. ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ചോദ്യം എന്താണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത്
എ ബി ഇ എഫ്. ഓക്കെ, എ ബി ഇ എഫ് എന്ന് പറഞ്ഞ ആ വലിയ റെക്ടാങ്കിളിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, ബേസ് ഫിഗർ 2 വെച്ചുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസ് ഫിഗർ 2 അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ എ ബി സി ഡി, ഓക്കെ, എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയർ എടുക്കാം, അല്ലെ, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എടുക്കാം. ഇവിടെ ആരുണ്ട്, ഇവിടെ 2 ഡയഗണൽസ് മാത്രമുണ്ട്. അത് കാരണം അകത്ത് 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾ ഉള്ളത് കാരണം നമുക്ക് പറയാം ഇവിടെ എ ബി സി ഡിക്കകത്ത് 4 × 2 8 ട്രയാങ്കിൾസ് ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും അതുപോലെ ഡി സി എഫ് എടുക്കാം. ഡി സി ഇ എഫ് എടുക്കുമ്പോൾ എന്താണ്, ഇവിടെയും അതുപോലെ തന്നെ 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഇവിടെയും കിട്ടും 4 × 2 8. ഒറ്റയടിക്ക് 8 + 8 ആരായി 16 കിട്ടിക്കഴിഞ്ഞുണ്ടോ, ഒറ്റയടി 16 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ഓർക്കണമെന്ന് വെച്ചാൽ ബേസ് ഫിഗറിന്റെ കോമ്പിനേഷൻ ആണ്. ഇവിടെ ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ചത് കാരണം കോമ്പിനേഷൻ വന്ന കാരണം ഓർക്കുക എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഓക്കെ, ഓർത്ത് വയ്ക്കുക, കോമ്പിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബേസ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ശരി, അപ്പം 16 വരെ ഒറ്റയടി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എക്സ്ട്രാ ആളുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എക്സ്ട്രാ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, എ സി എഫ്. ഓക്കെ, എ സി എഫ് എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ഓക്കെ, എ സി എഫ് എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ആണ് ആര്, 17ാമത്തെ ട്രയാങ്കിൾ. കാണുന്നുണ്ടോ, എ സി എഫ് ആണ് 17ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ ബി ഡി ഇ. ഓക്കെ, ബി ഡി ഇ കേട്ടോ, ബി ഡി ഇ ആണ് ആര് 18. ബി ഡി ഇ ആണ് 18ാമത്തെ ട്രയാങ്കിൾ. അങ്ങനെ മൊത്തം ഈ ഫിഗറിനകത്ത് 18 ട്രയാങ്കിൾസ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ച കാരണം എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്, അവരെ മെനക്കെട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്ന് വേണമെങ്കിൽ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ട്രിക്ക് കൂടെ പറഞ്ഞ് ശ്രദ്ധിക്കുക. അതായത് ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ചു. അപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ എക്സ്ട്രാ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാണുന്നുണ്ടോ, ഒരു കോമൺ സൈഡിലെ ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്തപ്പം ഒരു കോമൺ സൈഡ് കിട്ടി നമുക്ക്, അല്ലേ? ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ചപ്പം ഒരു കോമൺ സൈഡ് കിട്ടി. അപ്പോൾ ഒരു കോമൺ സൈഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെക്കുമ്പോൾ ഒരു കോമൺ സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം അവിടെ 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? 2 എക്സ്ട്രാ ട്രയാങ്കിൾസ്. അപ്പോൾ എത്രയായി, ആദ്യം ഇവിടെ 8 ഉണ്ടായിരുന്നു, ആ 2 എക്സ്ട്രാ ട്രയാങ്കിൾ. ഓക്കെ, പിന്നീട് ഇവിടെ 8 വരെ, അങ്ങനെ ഒറ്റയടിക്ക് പറയാം 18. കണ്ടോ, അപ്പോൾ അധികം പണി എടുക്കണ്ട. ഇവിടെ ഈ എ സി എഫും ബി ഡി ഇ ഒന്നും കണ്ടുപിടിച്ച് സമയം കാണേണ്ട കാര്യമില്ല. ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ സൈഡ് വന്നു, അത് കാരണം 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പം അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം കേട്ടോ. ഫിഗർ ഇതാണ്. ഈ ഒരു ഫിഗറിനകത്ത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. ഇപ്പോൾ നോക്കിയോളൂ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ചെറിയ സ്ക്വയർ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 2 3 4 പേരുണ്ട്. അത് കാരണം നേരത്തെ പറഞ്ഞ പോലെ 4 × 2 8 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടാകും. അപ്പം ഇവിടെ 8 ഉണ്ടെങ്കിൽ സംശയം വേണ്ട, ഇവിടെയും കിട്ടും, അല്ലേ? രണ്ടാമത്തെ സെറ്റിലും കിട്ടും 8 ട്രയാങ്കിൾസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ്. വീണ്ടും ഇവിടെയും കിട്ടും 8 പേര്, അല്ലേ? 1 2 3 4 പേർ ഉള്ളത് കാരണം അവിടെയും കിട്ടും 4 × 2 8. അപ്പോൾ തന്നെ 8 + 8 + 8 ഒറ്റയടിക്ക് 24 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, പിന്നെ മനസ്സിലാക്കണം എന്താണ്, ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കോമൺ സൈഡ്, ഇതൊരു ഒന്നാമത്തെ കോമൺ സൈഡാണ്, അവിടെ 2 എക്സ്ട്രാ ട്രയാങ്കിൾ. ഇത് രണ്ടാമത്തെ കോമൺ സൈഡ് ഉണ്ട്, അവിടെയും കിട്ടും നമുക്ക് 2 എക്സ്ട്രാ ട്രയാങ്കിൾ, അല്ലേ? അപ്പോൾ എത്രയായി, 8 + 2 + 8 + 2 + 8 മൊത്തം 28 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് വലിയ സമയം എടുക്കുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുണ്ട്, അല്ലേ? പറയാൻ പറ്റും. ഇത് ബേസ് ഫിഗർ 2 8 പേര്, ബേസ് ഫിഗർ 2 8 പേര്, ബേസ് ഫിഗർ 2 8 പേര്. 2 പേർക്ക് കൂടെ എന്താണ്, ഇവിടെ ഒരു കോമൺ സൈഡ് 2 എക്സ്ട്രാ ട്രയാങ്കിൾ, ഇത് വീണ്ടും അടുത്തൊരു കോമൺ സൈഡ്, അവിടെ വീണ്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ. അപ്പോൾ എത്ര, 24 + 4 28 പേര്. അവിടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണ്. അപ്പം ബേസ് ഫിഗേഴ്സ് മനസ്സിലാക്കി നന്നായിട്ട് വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗറിനകത്ത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ഫിഗർ 2. ഓക്കെ, ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം പറയാം 4 × 2 8 പേര്, അല്ലേ? വീണ്ടും അതുപോലെ
ഇവിടെയും കിട്ടണം 8 അല്ലേ, ഇവിടെ 4 × 8 ഉണ്ടാകുമല്ലോ, 1 2 3 4 പേരുള്ള കാരണം 4 × 2 അവിടെ 8 ഉണ്ട്. ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ് അല്ലേ, ഇവിടെ ഉണ്ട് 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ്, അത് കാരണം 4 × 8 അവിടെയും പറയാൻ സാധിക്കും. സെറ്റ് അല്ലേ? പിന്നെ മനസ്സിലാക്കേണ്ട എന്താണ്, ബേസ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പം ഇവിടെ ഒരു കോമൺ സൈഡ്, അത് കാരണം ഇവിടെ 2 എക്സ്ട്രാ ട്രയാങ്കിൾ. രണ്ടാമതൊരു കോമൺ സൈഡ് ഉണ്ട്, അത് കാരണം ഇവിടെയും കിട്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ അല്ലേ. അപ്പൊ എത്രയായി, 8 + 2 + 8 + 2 + 8 കണ്ടോ, ഇപ്പൊ തന്നെ 28. ഓക്കെ, 28ആയി. ഓക്കെ, 28. ആക്ച്വലി 28 അല്ല, ഇവിടെ വീണ്ടും എക്സ്ട്രാ ഒരു ട്രയാങ്കിൾ ഉണ്ട്, കാണണം, അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, എക്സ്ട്രാ ട്രയാങ്കിൾ എത്രയേ ഉള്ളൂ, ഇങ്ങനെ വരുന്ന, ഓക്കെ, ഇങ്ങനെ വരുന്ന ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ കേട്ടോ, ഈ വരുന്ന വലിയ റൈറ്റ് ട്രയാങ്കിൾ ആണ് 29 കേട്ടോ, 29ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഓപ്ഷൻ സി 29 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ഫിഗർ വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കഴിഞ്ഞ ഫിഗർ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു, സോറി, ഓക്കെ, ഈ ഫിഗർ നോക്കി, ഈ ഫിഗറിൽ എന്താണ്, ഒരേപോലത്തെ ബേസ് ഫിഗർ ചേർത്ത് വെച്ചു, അത് കാരണം 2 പേർ കൂടെ ഒരു കോമൺ സൈഡ് വന്നപ്പം 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഈ രണ്ട് ബേസ് ഫിഗറിനകത്തുള്ള കോമൺ സൈഡ് പറഞ്ഞാൽ 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി അല്ലേ, ആ കോമൺ സൈഡ് 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി. ഈ ഫിഗർ എടുക്കുമ്പോൾ ഈ 2 പേരോട് ചേർത്തിട്ട് ഈ 2 ബേസ് ഫിഗർ ചേർത്ത് ഈ 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി, ഈ 2 ബേസ് ഫിഗറിന്റെയും കോമൺ സൈഡ് വെച്ച് 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി എടുത്തല്ലേ. അപ്പം ഈ ഫിഗറിലേക്ക് പോകുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമൺ സൈഡ് കാരണം ഈ 2 ബേസ് ഫിഗറിൽ നിന്നാണ് നമുക്ക് 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടിയത്. ഈ എക്സ്ട്രാ 2 ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ 2 ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ കാരണം ഒരു കോമൺ സൈഡ് വന്നു, അതിന് 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടി. ഇനി 29 ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ 3 ബേസ് ഫിഗറിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് നമുക്ക് 29 ആളെ കിട്ടിയത്. കണ്ടോ, അപ്പം എണ്ണ എടുക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കി വെക്കുക. മൊത്തം 29 പേരുണ്ട്, ഓപ്ഷൻ സി. സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ മെനി ട്രയാങ്കിൾസ് ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്തുള്ള നമ്മൾ ട്രയാങ്കിൾസ് കാണണം. നേരത്തെ ചെയ്തുള്ള ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ 8 പേരല്ലേ, സംശയമില്ലല്ലോ. 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം, ഓക്കെ, 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം 4 × 2, സംശയം വേണ്ട, ഇവിടെ 8 പേര്. അങ്ങനെയെങ്കിൽ ഇവിടെയും കിട്ടും നമുക്ക് 8 ട്രയാങ്കിൾ, ഇതിലും കിട്ടും നമുക്ക് 8 ട്രയാങ്കിൾസ്, ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ്. കുഴപ്പമില്ലല്ലോ. ഇനി മനസ്സിലാക്കുക, ഒരേപോലത്തെ 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ആണ്. അപ്പോൾ അവിടെ കോമൺ സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 1ാമത്തെ കോമൺ സൈഡ്, 2 എക്സ്ട്രാ ട്രയാങ്കിൾ. ഇത് 2ാമത്തെ കോമൺ സൈഡ്, അവിടെയും കിട്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ. ഇത് 3ാമത്തെ കോമൺ സൈഡ്, ഇവിടെ ഈ 2 പേര് ചേർത്ത് ഇത് 3ാമത്തെ കോമൺ സൈഡ്, അവിടെയും കിട്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എത്രയായി, 8 8 3 24, 24, സോറി 4 പേരല്ലേ. അപ്പം 4 × 8 അത് തന്നെ 32 ആയിട്ടുണ്ട്. പ്ലസ് 2 + 2 + 2 അല്ലേ, 6 പേരെ കൂടെ ആദ്യം 38 ഒറ്റയടിക്ക്, വലിയ പണിയില്ലാതെ 38 ഒറ്റയടി കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ അത് 38 ആക്ച്വലി കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഓർക്കുക, കോമ്പിനേഷൻ ആണ്, എക്സ്ട്രാ ട്രയാങ്കിൾസ് ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ 38 കഴിഞ്ഞിട്ട് നേരത്തെ എണ്ണ പോലെ ഈ 3 പേരെ, ഈ 3 ബേസ് ഫിഗേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഈ കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ആര്, 39ാമത്തെ ട്രയാങ്കിൾ. സെറ്റ് അല്ലേ? വീണ്ടും ഈ 3 പേരെയും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടിയതാണ് ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിൾ, ഈ പച്ച ട്രയാങ്കിൾ. ഇതാണ് ആര്, 40ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, 40 ഓപ്ഷനകത്തില്ല. ഓക്കെ, പിന്നെ ഒരാളോട് എക്സ്ട്രാ വരുന്നുണ്ട്, നോക്കിക്കോളൂ. അതാരെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതൊരു വെർട്ടെക്സ്, ഈ ഒരു പോയിന്റ് വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഈ 4 ബേസ് ഫിഗേഴ്സിനെയും കൂടെ കമ്പൈൻ ചെയ്തുണ്ടോ, 4 പേരെയും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ കിട്ടിയ 41. ഇത് 41ാമത്തെ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ ഈ 4 പേരോട് ചേർത്ത് 41 വന്നിട്ടുണ്ട്. അതാണ് ഓപ്ഷൻ സി, 41 ട്രയാങ്കിൾസ്. സെറ്റായോ? അപ്പോൾ ഇതിനകത്ത് വരച്ചു പോകുന്ന പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി എടുക്കുക, വളരെ സിമ്പിളാണ്. ഓക്കെ, സെറ്റല്ലേ? മുന്നോട്ട് പോകാലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ പറ്റും, ഒരേപോലത്തെ ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നേർച്ചയുടെ എണ്ണം, ഇവിടെ ഈ ഒരു ലെഫ്റ്റ് ടോപ്പിലുള്ള ഈ ഒരു ക്വാഡ്രാറ്റിനകത്ത് അവിടെ 1 2 3 4 പേരുള്ളത് കാരണം ഇവിടെ കിട്ടും 4 × 2 8 അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ്, ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ്, ഇതിലും കിട്ടും 8 ട്രയാങ്കിൾസ്. അപ്പോൾ തന്നെ എത്രയായി, 32ആയി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവിടെ ഒരു കോമൺ സൈഡ്, 2 എക്സ്ട്രാ ട്രയാങ്കിൾ, 2ാമത്തെ കോമൺ സൈഡ്, 2 എക്സ്ട്രാ ട്രയാങ്കിൾ, 3ാമത്തെ കോമൺ സൈഡ്, 2 എക്സ്ട്രാ ട്രയാങ്കിൾ, 4ാമത്തെ കോമൺ സൈഡ്, 2 എക്സ്ട്രാ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ എത്രയായി, 32 ഓൾറെഡി ഉണ്ടായിരുന്നു. 32 + 2 34, 36, 38, 2 40, ഒറ്റയടിക്ക് 40 കിട്ടി. ഓക്കെ, ഇനി മനസ്സിലാക്കണം, എല്ലാം കമ്പൈൻ ചെയ്തിരിക്കുവാണ്.
അല്ലെ, കോമ്പിനേഷൻ ആയത് കാരണം എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പം 4 പേരെയും കൂടെ ഒരുമിച്ചിരുന്നത് കാരണം എന്ത് സംഭവിച്ചു, വീണ്ടും വലിയൊരു സ്ക്വയർ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് തന്നെ എന്താണ് ഈ ഒരു ഡയഗണലില്ലേ, ആ വലിയ സ്ക്വയറിനകത്ത് അല്ലേ, വലിയ സ്ക്വയറിനകത്ത് ആ ഒരു ഡയഗണൽ ഉണ്ടായി. നമുക്കറിയാം ആ ഒരു സ്ക്വയറിനകത്ത് ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് അല്ലേ, 2 എക്സ്ട്രാ ട്രയാങ്കിൾ വരും. അപ്പോൾ ഇതാണ് 41ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, അതുപോലെ തൊട്ടിപ്പുറത്ത് ഇതാണ് 42ാമത്തെ ട്രയാങ്കിൾ. സെറ്റ് അല്ലേ, 41 42. അതുപോലെ വീണ്ടും അടുത്ത ഈ ഡയഗണൽ കാരണം ഇങ്ങനെ വരും 43ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, തൊട്ട് താഴെ അല്ലേ 44. അപ്പോൾ ഈ ഫിഗർ നമുക്ക് 44 ട്രയാങ്കിൾസ് ആണ് കുഞ്ഞുങ്ങളെ. ഓപ്ഷൻ ഡി 44. സെറ്റായോ? എളുപ്പമല്ലേ? ഇതും ബേസ് ഫിഗർ 2ന്റെ മാത്രം കോമ്പിനേഷനാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് അതേർ ദ ഫോളോയിങ് ഫിഗർ. ഈ ഫിഗർ നമ്മൾ ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ നോക്കുക, ഇവിടെ എന്താണ്, ഇവിടെ ബേസ് ഫിഗർ 2 മാത്രമേ ആക്ച്വലി ഉള്ളൂ അല്ലേ. അതായത് ഈ കാണുന്നത് എന്താണ്, നമ്മുടെ റെക്ടാങ്കിൾ ആണ്. അവിടെ ആരുണ്ട്, 2 ഡയഗണൽസ് മാത്രമുണ്ട്. അത് കാരണം 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഇവിടെ കിട്ടും 4 × 2 8 പേര്. ഇനി സംഭവിച്ചു, ഈ ബേസ് ഫിഗർ 2 അല്ലെ, ഇത് ബേസ് ഫിഗർ 2 രണ്ടാമത്തെ. ഓക്കെ, 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ആണ്. ആ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഒരു ട്രയാങ്കിൾ എടുത്ത് പ്ലേസ് ചെയ്യുന്നു അല്ലേ. ട്രയാങ്കിൾ വെച്ചല്ലോ, ആ ബേസ് ഫിഗറിന്റെ മുകളിൽ ട്രയാങ്കിൾ വെച്ചു. അപ്പം ഈ കിട്ടുന്ന ട്രയാങ്കിളാണ് 9ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, സെറ്റ് അല്ലേ. പിന്നെ സംഭവിക്കുന്നു, ആ ട്രയാങ്കിൾ താഴത്തേക്ക് അല്ലെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വീണ്ടും എന്തായി, വലിയൊരു ട്രയാങ്കിൾ കിട്ടി. ആ വലിയ ട്രയാങ്കിൾ ആരാണ്, 10ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, 10 പേരായല്ലോ. അങ്ങനെ ലൈൻസ് വന്നത് കാരണം 2 സൈഡിലും 2 കോർണറിലും 2 കുഞ്ഞൻ ട്രയാങ്കിൾസ് അല്ലേ. ദേ ഇങ്ങനെ 2 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആരൊക്കെയാണത്, അത് 11 12. ഓക്കെ, ഇത് 11ാമത്തെ ട്രയാങ്കിൾ, ഇത് 11ാമത്തെ ട്രയാങ്കിൾ, ഇത് 12. ഓക്കെ, 12ാം ട്രയാങ്കിളായി. 12 പേരായല്ലോ. ഇനി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11ന്റെ ഈ ഒരു സൈഡും 11ന്റെ ഈ സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണലോട് ചേർന്നുണ്ടോ, ഈ 11ന്റെ സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണലോട് ചേർന്ന് ഇങ്ങനെ കിട്ടും നമുക്ക് ആര്, 13ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ 12ാം ട്രയാങ്കിളിന്റെ ഈ സൈഡും, ഓക്കെ, ഈ കുഞ്ഞൻ ട്രയാങ്കിൾ ഈ സൈഡും ഈ ഡയഗണലോട് ചേർന്ന് ഇങ്ങനെ കിട്ടും ആര്, 14 അല്ലേ. അങ്ങനെ 14 പേരാണ് ഈ ഫിഗറിനകത്ത് വരുന്നത്. ഓപ്ഷൻ എ 14. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടോ, വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ബേസ് ഫിഗേഴ്സ് വ്യക്തത മനസ്സിലാക്കുക. ആ പഠിച്ച ബേസ് ഫിഗർ അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പാറ്റേൺ പക്കറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് അതേർ ദ ഗിവൺ ഫിഗർ. ഓക്കെ, ഈ ഫിഗറിനകത്ത് നമ്മൾ ട്രയാങ്കിൾസ് കാണണം. ഫിഗർ ഓൾറെഡി നമ്മൾ പഠിച്ച ഫിഗർ ആണ് അല്ലേ. എന്താ സംഭവം, പക്ഷേ ഷേപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. എന്താണ്, ഇവിടെ ആക്ച്വലി ക്വാഡ്രിലാറ്റർ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. ക്വാഡ്രിലാറ്റർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ 2 സൈഡിൽ നീളം ഒന്ന് കൂടിപ്പോയി അല്ലേ. താഴെ പിടിച്ച് വലുതാക്കിയതേ ഉള്ളൂ അല്ലേ. ക്വാഡ്രിലാറ്റർ തന്നെയാണ്. അവിടെ 2 ഡയഗണൽസ് ഉണ്ട്. കൂടാതെ ഓപ്പോസൈഡ്സ് ജോയിൻ ചെയ്യുന്ന നടുക്കുള്ള ലൈൻ പോയിട്ടുണ്ട് കണ്ടോ, ഇവിടെയും പോയിട്ടുണ്ട്. അത് കാരണം 1 2 3 4 5 6 7 8 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം സംശയം വേണ്ട, 8 × 2 16 ആണ്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ആക്ച്വലി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വ്യക്തത മനസ്സിലാക്കി വെക്കുക. മൊത്തം 16 ട്രയാങ്കിൾസ് ഉള്ള ഫിഗർ ആണിത്. ഓക്കെ, സെറ്റ് അല്ലേ. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, ഈ ഫിഗർ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. ഇവിടെ എന്താണ്, ബേസ് ഫിഗർ അല്ലെ, ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ ആണ്, സംശയമില്ലല്ലോ. ഈ കാണുന്ന ആരാ, നമ്മുടെ ബേസ് ഫിഗർ 2 ആണ് അല്ലേ. അവിടെ ആരൊക്കെ 2 ഡയഗണൽസ് മാത്രമുണ്ട്. അത് കാരണം 1 2 3 4 പേരുള്ളത് കാരണം ഇവിടെ കിട്ടും 4 × 2 8 പേര്. അങ്ങനെ ഇവിടെയും കിട്ടുമല്ലേ 8 പേര്. 8 പേരാണ് 16ആയി. 2 പേർ കൂടെ ആ ബേസ് ഫിഗർ 2ന്റെ കോമ്പിനേഷൻ ആണ്. 2 പേർ കൂടെ ഒരു കോമൺ സൈഡ് ഉണ്ട്. അത് കാരണം കോമൺ സൈഡ് കാരണം 2 എക്സ്ട്രാ ട്രയാങ്കിളായി. അപ്പോൾ എത്രയായി, 18ആയി. പിന്നെന്താണ്, ആ ബേസ് ഫിഗറിന്റെ 2ന്റെ മുകളിൽ കൊണ്ട് സൈഡിൽ കൊണ്ട് ഓരോ ട്രയാങ്കിൾസ് വെക്കുന്നു. അപ്പോൾ 18 കഴിഞ്ഞിട്ട് 19 20 21 22 മൊത്തം 22 ട്രയാങ്കിൾസ് ആണ്. ഓപ്ഷൻ സി 22. ഉണ്ടോ, പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. ഓക്കെ, മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ. ഈ ഫിഗറിന് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. ഫിഗർ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് പഠിച്ചുള്ള ബേസ് ഫിഗർ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. ആരാ, ഏത് ബേസ് ഫിഗറാണ്, എത്ര ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗറാണ്. ആക്ച്വലി ഇതാണ് ഫിഗർ അല്ലേ. ഈ 12 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗറാണ് ഇവിടെ ഇരിക്കുന്നത്. കാണുന്നുണ്ടോ? അതായത് ഈ 2 ലൈൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഓക്കെ, ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം.
ഓക്കെ, അതായത് നമ്മുടെ ക്വാഡ്രിലാറ്ററലുണ്ട്. ഓക്കെ, അതായത് 2 ഡയഗണൽസായി, കൂടാതെ ഒരു പെയർ ഓഫ് ഓപ്പോസൈഡ്സ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പം നമുക്കറിയാം ഇവിടെ 1 2 3 4 5 6 പേരുള്ളത് കാരണം 6 × 2 12 പേരാണ്. ഈ ഫിഗറിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്, 2 എക്സ്ട്രാ ലൈൻസ്, ഹൊറിസോണ്ടൽ 2 ലൈൻസ് പാരലായിട്ട് അകത്ത് വരച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഈ ബേസ് ഫിഗറിലേക്കാണ് അവർ രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഈ ലൈൻസ് വരുന്ന കാരണം എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി 12 ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ 2 ലൈൻസ് വരച്ചത് കാരണം 4 കോർണറിൽ 4 കുഞ്ഞൻ ട്രയാങ്കിൾസ്. അപ്പോൾ ഇത് 13 പറയാം, ഇത് 14 അല്ലേ, ഇത് 15, ഇത് 16. ഓക്കെ, 16 ആയല്ലോ. പിന്നീട് ഇവിടെ കിട്ടും 17 അല്ലേ, 17ാമത്തെ ട്രയാങ്കിൾ തലകുത്തനെ 18. ഓക്കെ, 17 12 കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, 18 പേരായി. ഇനിയും ആക്ച്വലി എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്, അവരെ മെനക്കെട്ട് കണ്ടുപിടിക്കണം, ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ജസ്റ്റ് താഴത്തെ പോയിന്റ്, ലെഫ്റ്റ് ഈ താഴത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ലൈൻ മുകളിലേക്ക് പോയിട്ട് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് വലത്തോട്ട് പോയതാണ് ഈ 16ാമത്തെ കുഞ്ഞൻ ട്രയാങ്കിൾ കിട്ടിയത്. ഓക്കെ, അതുപോലെ വീണ്ടും ഈ ലൈൻ മുകളിൽ എടുക്കാം. മുകളിലേക്ക് പോകുമ്പോൾ അടുത്ത ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയതാണ് ഈ കിട്ടിയ ട്രയാങ്കിൾ അല്ലേ. ഇത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ 12 എണ്ണുന്നതാണ് അല്ലേ. ഈ ട്രയാങ്കിൾ ഓൾറെഡി നമ്മൾ ആദ്യത്തെ 12 എണ്ണുന്നതാണ്, അത് കാരണം വീണ്ടും എണ്ണാൻ പാടില്ല. ഓക്കെ, വീണ്ടും അതുപോലെ ഈ ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞു, സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞു, തേർഡ് പോയിന്റിൽ നിന്ന് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ആര്? ഓൾറെഡി 18 ഉണ്ടായിരുന്നു. ഈ ട്രയാങ്കിൾ ആണ് ആര്? 19ാമത്തെ ട്രയാങ്കിൾ. അങ്ങനെ നെക്സ്റ്റ് സൈഡും അല്ലെ ഇതുപോലെ കിട്ടും. ഈ പോയിന്റിൽ നിന്ന് ഇടത്തോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. കണ്ടോ? ഇതാണ് ആര്? 20ാമത്തെ ട്രയാങ്കിൾ. കാണുന്നുണ്ടോ? 20. അതുപോലെ മുകളിൽ നിന്ന് അതുപോലെ എടുത്തു വരാം. മുകളിൽ നിന്നും എടുത്തു വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. ആര്? 21. ഇതാണ് 21ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഈ വെട്ടക്സ് ഇതൊക്കെ ഇതുമാണ് 3 വെട്ടക്സ്. അപ്പോൾ ഇതാണ് 21ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ അപ്പർ സൈഡും അല്ലേ ഇതേപോലെ ഇങ്ങനെ വരും. 22. കാണുന്നുണ്ടല്ലോ? 21ഉം 22 സെറ്റാണെന്ന് കരുതുന്നു. ഓപ്ഷൻ സി 22. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ബേസ് ഫിഗർ ഉണ്ട്, ആ ബേസ് ഫിഗറിലേക്ക് എക്സ്ട്രാ വരയ്ക്കുന്ന ലൈൻസ് ആരൊക്കെയെന്ന് പക്കയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇരുന്ന ബേസ് ഫിഗറിലേക്ക് 12 ട്രയാങ്കിളുള്ള ഈ ഒരു ബേസ് ഫിഗറിലേക്ക് അവർ എക്സ്ട്രാ 2 ലൈൻസ് വരച്ച കാരണമാണ് നേരെ 22 ആയിട്ട് മാറിയത്. അപ്പം ബേസ് ഫിഗർ അതിനകത്തുള്ള ബേസ് ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക, അതിലേക്ക് എക്സ്ട്രാ വരുന്ന ലൈൻസ് ആരൊക്കെയെന്ന് മനസ്സിലാക്കുക, അത് വെച്ച് എണ്ണി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റല്ലേ? മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ PQRS? PQRS എന്നുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എവിടെ ഏത് ബേസ് ഫിഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിലേക്ക് എക്സ്ട്രാ വരുന്ന ലൈൻസ് ആയിരിക്കും മനസ്സിലാക്കുക. ശരി, അപ്പോൾ ഇവിടെ PQRS എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് നമ്മുടെ 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ അല്ലേ PQRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് മാറ്റി വരയ്ക്കാം. ഓക്കെ, PQRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ട്രയാങ്കിൾ, വലിയൊരു ക്വാഡ്രിലാറ്ററൽ. അവിടെ ആദ്യം 2 ഡയഗണൽസ് വരച്ചു, കൂടാതെ ഓപ്പോസൈഡ്സ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് 2 ലൈൻസ് വരയ്ക്കുന്നു. അങ്ങനെ ഇവിടെ 1 2 3 4 5 6 7 8 പേരുള്ളത് കാരണം 8 × 2 16 ആണ്. ഇതിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ ആയിട്ട് അവർ ഇങ്ങനെ ഒരു ലൈനും വരച്ചിരിക്കുന്നത് അല്ലേ. എക്സ്ട്രാ ആയിട്ട് അങ്ങനെ ഇവിടെ ഒരു ലൈൻ വരച്ചു, കണ്ടോ? ഇങ്ങനെ 2ാം ലൈൻ വരച്ചു. അപ്പോൾ ഈ 2 ലൈൻസാണ് എക്സ്ട്രാ വരച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ 2 ലൈൻസ് വരച്ചു കാരണം ഈ ലെഫ്റ്റ് ടോപ്പിൽ നമുക്ക് എന്തായി? വീണ്ടും ഒരു ബേസ് ഫിഗർ 2 ഉണ്ടായില്ലേ? കാണുന്നുണ്ടോ അല്ലേ? ഇത് ബേസ് ഫിഗർ 2, സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആക്ച്വലി ഇവിടെ 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഇവിടെ 4 × 2 ആക്ച്വലി 8 ട്രയാങ്കിൾസ് ഉണ്ടാകണം. പക്ഷേ നമുക്ക് 8 എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താ? ജസ്റ്റ് വരയ്ക്കാം. ഈ 2 ട്രയാങ്കിൾ ഉണ്ടോ? ഈ ഒരു പച്ച ട്രയാങ്കിൾ ഉണ്ടോ? ഈ ട്രയാങ്കിളും തൊട്ടിപ്പുറത്ത് ഈ ഡയഗണൽ കാരണം ഉണ്ടായ ഈ 2 ട്രയാങ്കിൾസ് ഓൾറെഡി നമ്മൾ ആദ്യത്തെ 16 എണ്ണുന്നതായത് കാരണം അവിടെ 8 ഉണ്ടെങ്കിൽ പോലും നമുക്ക് 6 എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? വീണ്ടും താഴെ സെറ്റിൽ ഈ ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ വരയ്ക്കുന്ന പറഞ്ഞാൽ ഇവിടെയും എന്തായി? ഒരു ബേസ് ഫിഗർ 2 ഉണ്ടായി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ച്വലി കാണുമ്പം 8 ട്രയാങ്കിൾസ് ഉണ്ടാകും. പക്ഷേ എന്താണ്? ഈ 2 ട്രയാങ്കിൾസ് ഈ ഒരു ട്രയാങ്കിളും ഓൾറെഡി ആദ്യത്തെ 16 എണ്ണുന്നതായത് കാരണം ഇവിടെയും 8 ഉണ്ടെങ്കിൽ പോലും നമുക്ക് 6 എടുക്കാൻ പറ്റൂ. അപ്പം എന്തായി? ഓൾറെഡി ആദ്യം 16 ഉണ്ടായിരുന്നു. 16 + 6 + 6 അല്ലേ? 16 + 6 + 6 എത്ര? 28 അല്ലേ? 28 ട്രയാങ്കിൾസ് ആണ്. ഓപ്ഷൻ ഡി 28. കണ്ടോ? സെറ്റ് അല്ലേ? അപ്പം നമ്മുടെ ബേസ് ഫിഗറിലേക്ക് എക്സ്ട്രാ വരുന്ന ലൈൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ചോദ്യം ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, ഇതിനകത്തുള്ള നമ്മുടെ ട്രയാങ്കിൾസ് വേണം. അപ്പോൾ ഈ ഫിഗർ എന്താ ആക്ച്വലി ഇവിടെ നമ്മുടെ ബേസ് ഫിഗർ 1ന്റെയും 2ന്റെയും കോമ്പിനേഷൻ അല്ലേ, ബേസ് ഫിഗർ 1 ആൻഡ് 2ന്റെ കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലേ. നോക്കിക്കോളൂ, നടുക്കിയിരിക്കുന്നത് ആരാ, നമ്മുടെ ബേസ് ഫിഗർ 2 ആണ് അല്ലേ. ഈ കാണുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ബേസ് ഫിഗർ 2 ആണല്ലോ, സംശയമില്ലല്ലോ, ബേസ് ഫിഗർ 2 ആണ്. അവിടെ 2 ഡയഗണൽസ് ഉണ്ട്, കൂടാതെ ഓപ്പോസിഷൻ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തിരിക്കുന്ന 2 ലൈൻസ് പോയത് കാരണം 1 2 3 4 5 6 7 8 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പം 8 × 2 അവിടെ 16 പേര്, ഓൾറെഡി 16 ആയി. ഇനി എന്ത് ചെയ്തു, ഈ ബേസ് ഫിഗർ 2ന്റെ 2 സൈഡിലും ആരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, ഓരോ ബേസ് ഫിഗർ 1 എടുത്ത് പ്ലേസ് ചെയ്യുന്നു അല്ലേ. ബേസ് ഫിഗർ 1 ആണ് ഈ സൈഡിലുള്ളത്. ഈ ബേസ് ഫിഗർ 1 ആ സംശയമില്ല, 3 പേര്. ബേസ് ഫിഗർ 1നകത്ത് 3 ട്രയാങ്കിൾസ് നമുക്കറിയാം അല്ലേ. അവിടെ 3 പേരുണ്ട്, ഇപ്പുറത്തും അതുപോലെ 3 പേരുണ്ട്, കാണുന്നുണ്ടല്ലോ, ഇവിടെ 3 പേര്. അപ്പൊ എത്രയായി, 16 + 6 22, ഓൾറെഡി 22 ആയി. ഓക്കെ, ഇനി വീണ്ടും ഓർപ്പിക്കുകയാണ്, ബേസ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും, അവരെ മെനക്കെട്ട് കണ്ടുപിടിക്കുക. ഇനി എക്സ്ട്രാ ട്രയാങ്കിൾസ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഈ കാണുന്ന ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡും ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണലും കൂടെ ചേർന്ന് കണ്ടോ ഇങ്ങനെ വരും. ആര്, 23ാമത്തെ ട്രയാങ്കിൾ. സെറ്റ് അല്ലേ, ഓൾറെഡി 22 ഉണ്ടായിരുന്നു, ഇത് 23 ആയി. വീണ്ടും അതുപോലെ ഈ കാണുന്ന ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണൽ ചേർന്ന് ഇങ്ങനെ വരും. ആര്, 24ാമത്തെ ട്രയാങ്കിൾ. 24. ഓക്കെ ആണോ, കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് 2 പേര്. ആരൊക്കെയാണ്, ഓക്കെ, ഈ കാണുന്ന ലൈൻ, ഓക്കെ, ഈ ബേസ് ഫിഗർ 2ന്റെ നടുക്കത്തെ ഈ ബേസ് ഫിഗർ 1ന്റെ നടുക്കത്തെ ഈ ലൈനും വീണ്ടും അതുപോലെ ബേസ് ഫിഗർ 2ന്റെ ഡയഗണൽ ചേർന്ന് ഇങ്ങനെ വരും. ആര്, 25ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ വീണ്ടും ഈ ബേസ് ഫിഗർ 1ന്റെ നടുക്കത്തെ ഈ ലൈനും ഈ കാണുന്ന ഡയഗണൽ ചേർന്ന് ഇങ്ങനെ വരും കണ്ടോ, 26. അപ്പൊ ഈ ഫിഗറിനകത്ത് അങ്ങനെ 26 ട്രയാങ്കിൾസ് ആണ്. ഓപ്ഷൻ സി 26. സെറ്റ് അല്ലേ, ഓപ്ഷൻ സി 26. ഓക്കെ, അപ്പൊ ബേസ് ഫിഗേഴ്സിന് കോമ്പിനേഷൻ ആയത് കാരണം എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാവും, അവരെ മെനക്കെട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് വരച്ച് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഗിവൺ ഫിഗർ. ഈ ഫിഗറിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ബേസ് ഫിഗർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ബേസ് ഫിഗറിൽ എങ്ങനെയാണ് എക്സ്ട്രാ ലൈൻസ് വന്ന് വെക്കേണ്ടത് മനസ്സിലാക്കുക. ആക്ച്വലി ഇതാണ് ബേസ് ഫിഗർ 1ന്റെയും 2ന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം ഒളിഞ്ഞിരിക്കുന്ന ബേസ് ഫിഗർ 2 ആരാണെന്ന് മനസ്സിലാക്കുക അല്ലേ. ദേ കാണുന്നുണ്ടോ, 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2ലേക്കാണ് എക്സ്ട്രാ ലൈൻസ് വരുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2ലേക്കാണ് എക്സ്ട്രാ ട്രയാങ്കിൾസ് വരുന്നത്, എക്സ്ട്രാ ലൈൻസ് വരുന്നത്, മനസ്സിലാക്കുക. ജസ്റ്റ് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ഇതാണ്. അവിടെ ആദ്യമേ 2 ഡയഗണൽസ് ഉണ്ട്, ഓപ്പോസിഷൻ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഇങ്ങനെ 2 ലൈൻസ് കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ 1 2 3 4 5 6 7 8 പേരുള്ള കാരണം 8 × 2 16 ആണ്. ഓക്കെ, ഇതിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ആദ്യം ഇങ്ങനെ 2 ലൈൻ വരച്ചു കണ്ടോ. അത് കാരണം ഈ സൈഡിൽ ഇരിക്കുന്ന ആരാ, നമ്മുടെ ബേസ് ഫിഗർ 1 ആയി. കാണുന്നില്ലേ, അപ്പൊ അവിടെ 3 ട്രയാങ്കിൾസ്. സെറ്റ് അല്ലേ. വീണ്ടും അതുപോലെ ഇങ്ങനെ 2 ലൈൻ വരയ്ക്കുമ്പോൾ വീണ്ടും ഒരു ബേസ് ഫിഗർ 1 മുകളിലുണ്ടായി അല്ലേ. അപ്പൊ അവിടെയും കിട്ടും ആര്, നമ്മുടെ 3 ട്രയാങ്കിൾസ്. അതുപോലെ വീണ്ടും ഈ 2 ലൈൻ വരയ്ക്കുമ്പോൾ വീണ്ടും ഈ സൈഡ് റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ്, ബേസ് ഫിഗർ 1 ഉണ്ടായിട്ടുണ്ട്, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. വീണ്ടും അതുപോലെ ഈ 2 ലൈൻ കൊണ്ട് വരയ്ക്കുന്നു എക്സ്ട്രാ ആയിട്ട് അല്ലേ. അപ്പൊ വീണ്ടും ആരായി, താഴെ ഒരു ബേസ് ഫിഗർ 1 കൂടെ ഉണ്ടായി, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. സെറ്റ് അല്ലേ, കണ്ടോ. അപ്പോൾ ഈ ഫിഗറിലേക്കാണ് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ബേസ് 16 ട്രയാങ്കിൾസ് ബേസ് ഫിഗറിലേക്കാണ് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ 2 ലൈൻ വരച്ചു, ഇങ്ങനെ 2 ലൈൻ വരച്ചു, ഇങ്ങനെ 2 ലൈൻ വരച്ചു അല്ലേ, ഇങ്ങനെ 2 പേര് വരച്ചു. ഇതാണ് ആ ഫിഗർ. അപ്പോൾ എത്രയായി, ഓൾറെഡി 16 ഉണ്ടായിരുന്നു. 16 + 3 + 3 + 3 + 3 അല്ലേ, 16 + 12 ഒറ്റയടിക്ക് നമുക്ക് 28 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എക്സ്ട്രാ ട്രയാങ്കിൾസ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡ്, ഓക്കെ, പിന്നെ കണ്ടോ ഇങ്ങനെ വരും കണ്ടോ, ഈ ഡയഗണലിന്റെ പകുതിയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണ്. ഇതാണ് 29ാമത്തെ ട്രയാങ്കിൾ. തൊട്ടിപ്പുറത്ത് വരും അല്ലേ, 30. അങ്ങനെയെങ്കിൽ ഇത് 31, ഇത് 32, ഇത് 33, ഇത് 34, 35,
36 കണ്ടോ. അങ്ങനെ 36 പേരാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ആളുകളെ പക്കയായിട്ട് നോക്കിയെടുക്കുക. ഈ ബേസ് ഫിഗർ 1-ന്റെ കേട്ടോ, ഈ ബേസ് ഫിഗർ 1-ന്റെ ഈ ഒരു സൈഡ് അല്ലെ, ഈ ഒരു സൈഡ്, പിന്നെ ഈ ബേസ് ഫിഗർ 2-ന്റെ ഡയഗണലിന്റെ പകുതിയും കൂടെ ചേർത്താണ് നമുക്ക് 29 കിട്ടിയത്. അതുപോലെ അപ്പർ സൈഡ് 30 വരും, 30, 32, 30, 34, 30, 36 ഉണ്ടോ, 36 പേരുണ്ട്. ഓപ്ഷൻ സി 36. ഓക്കെ, ഫിഗർ ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. ബേസ് ഫിഗേഴ്സ് പക്കയായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എണ്ണിയെടുക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിനുള്ള നമ്മൾ ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അവിടെ ഇതിനകത്തുള്ള ബേസ് ഫിഗർ ആരാന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ആ ബേസ് ഫിഗറിൽ എങ്ങനെ എക്സ്ട്രാ ലൈൻസ് വന്നു ഒക്കെ പക്കയായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇവിടെ ആക്ച്വലി ആരാ ഉള്ളത് ആദ്യമേ? ഓക്കെ, 8 ട്രയാങ്കിൾസ് ഉള്ളത്, 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ ആണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. ഓക്കെ അല്ലേ, ജസ്റ്റ് മാറ്റി വരയ്ക്കാം. ദേ വലിയ, ഏറ്റവും വലിയ ആ ഒരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ദേ 2 ഡയഗണൽ മാത്രമുണ്ട്. അത് കാരണം ഇവിടെ 1, 2, 3, 4 പേരുള്ള കാരണം 4 × 2 8 ട്രയാങ്കിൾസ് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇതിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ രണ്ടാമത് ലൈൻ, ഇങ്ങനെ 3 ലൈൻ വരയ്ക്കുന്നത് അല്ലേ. ഈ ഒരു ഫിഗറിലേക്കാണ് എക്സ്ട്രാ ആയിട്ട് അവരിങ്ങനെ 1, 2, 3 ലൈൻസ് വരച്ചത്. അങ്ങനെ 3 ലൈൻസ് വരയ്ക്കുമ്പോൾ എന്തായി, വീണ്ടും ഒരു ചെറിയ ഒരു ബേസ് ഫിഗർ 2 ആയില്ലേ ഇവിടെ അല്ലേ. ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ അവിടെ കാണുന്നുണ്ടോ, 2 ഡയഗണൽസ് ഉണ്ടോ, 2 ഡയഗണൽസ് ഉണ്ട്. അത് കാരണം വീണ്ടും അതുപോലെ 1, 2, 3, 4 പേരുള്ളത് കാരണം അവിടെയും കിട്ടും 4 × 2 8. അപ്പോൾ ഓൾറെഡി ആദ്യം 8 ഉണ്ടായിരുന്നു. ഓക്കെ, 8 8 16 ആയി. ഓക്കെ ആണോ, 16 ഓക്കെ ആണോ, സെറ്റ് അല്ലേ. ആ 3 ലൈൻസ് വരച്ച് കാരണം ചെറിയൊരു ബേസ് ഫിഗർ 2 വീണ്ടും അവിടെ ഉണ്ടായി, 16 ആയി അങ്ങനെ മൊത്തം. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, ഇങ്ങനെ ലൈൻസ് ഒക്കെ വന്നത് കാരണം എന്താണത്, ഈ ഒരു സൈഡിൽ കാണുന്നുണ്ടോ ഒരു ബേസ് ഫിഗർ 1 കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, ബേസ് ഫിഗർ 1 കണ്ടോ. ഈ ഒരു ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ വെട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റിൽ ഈ ലൈനിൽ പോയത് കാരണം ഈ കാണുന്ന ബേസ് ഫിഗർ 1 ആണ്. അത് കാരണം അവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, 3 പേര് എക്സ്ട്രാ കിട്ടി, 16 3 19 ആയി. പിന്നെ ആക്ച്വലി ആരൊക്കെ ഉള്ളത്, 2 കോർണറിലും 2 കുഞ്ഞൻ ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് ആര്, 20ാമത്തെ ട്രയാങ്കിൾ. ഇയാൾ 21 കണ്ടോ. ഓക്കെ, 20ഉം 21ഉം. ഓപ്ഷൻ ഡി 21 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ, ഓക്കെ ആണോ. അതിനകത്തുള്ള ബേസ് ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. ആ ബേസ് ഫിഗറിലേക്ക് എക്സ്ട്രാ ലൈൻസ് വരച്ച് കാരണം വീണ്ടും ഒരു ബേസ് ഫിഗർ 2 അവിടെ ഉണ്ടായി. ആ ലൈൻസ് കാരണം ഇവിടെ ബേസ് ഫിഗർ 1 എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട്. 2 കോർണറിലും 2 കുഞ്ഞൻ ട്രയാങ്കിൾസ് 20 21. ഓക്കെ, സെറ്റ് ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, ഈ ഫിഗറിൽ നമ്മൾ ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ നോക്കുക, ഈ ഒരു ഫിഗറിനകത്ത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, സംഭവം ഒന്നുമില്ല, മനസ്സിലാക്കാൻ പറ്റും. ബേസ് ഫിഗർ 1ഉം 2ഉം ചേർത്ത് അടുക്കി വെച്ചേക്ക് പോയേക്കുവാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് തുടങ്ങാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന, ലെഫ്റ്റ് ബോട്ടമിൽ ഇരിക്കുന്ന ഈ കാണുന്ന ട്രയാങ്കിൾ ആര്, നമ്മുടെ ബേസ് ഫിഗർ 1 അല്ലേ. സംശയമില്ല, ബേസ് ഫിഗർ 1 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാകും, 3 പേര്. ഓക്കെ, വീണ്ടും ആ ബേസ് ഫിഗർ 1ന്റെ സൈഡിൽ അല്ലേ, തൊട്ട് സൈഡിൽ റോംബസ് പോലെ അല്ലേ, അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിന് കണ്ടോ ബേസ് ഫിഗർ 2 വന്നു, കാണുന്നില്ലേ. അവിടെ 2 ഡയഗണൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ഫിഗർ 2 ആണ്. അവിടെ 8 ട്രയാങ്കിൾസ്, സംശയമില്ല, 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം 4 × 2 8 ആണ്. വീണ്ടും അയാളുടെ സൈഡിൽ ആരെ കൊണ്ട് വയ്ക്കുന്നു, ഒരു ബേസ് ഫിഗർ 1 തലകുത്തനെ വെച്ച്, വീണ്ടും കണ്ടോ ബേസ് ഫിഗർ 1 തലകുത്തനെ വെച്ചു. അവിടെയും കിട്ടും ബേസ് ഫിഗർ 1 3 ട്രയാങ്കിൾസ്, സംശയമില്ല അല്ലേ. വീണ്ടും ആ ബേസ് ഫിഗർ 1ന്റെ സൈഡിൽ ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റോംബസ് പോലെ വീണ്ടും ഒരു ബേസ് ഫിഗർ 2നെ ചേർത്ത് വെക്കുന്നു അല്ലെ, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നു. അത് കാരണം ഇവിടെയും എന്ത് കിട്ടും, 8 ട്രയാങ്കിൾസ് കിട്ടും അല്ലേ. ഇതും ഒരു ബേസ് ഫിഗർ 2 ആണ്, 8 ട്രയാങ്കിൾ, സംശയം വേണ്ട. വീണ്ടും അയാളുടെ സൈഡിൽ ആരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, വീണ്ടും ഏറ്റവും താഴെയായിട്ട് ഒരു ബേസ് ഫിഗർ 1 കൂടെ ചേർത്ത് വെച്ചു. അങ്ങനെ ബേസ് ഫിഗർ 1 അവിടെ 3 ട്രയാങ്കിൾസ് കണ്ടോ. അപ്പം ബേസ് ഫിഗർ 1ഉം 2ഉം ചേർത്ത് അടുക്കി വെച്ചേക്കുവാണ്. ഇപ്പം തന്നെ ഒറ്റയടിക്ക് എത്ര കിട്ടി, 3 8 11 11 3 14 8 22 3 25 വരെ ഒറ്റയടിക്ക് 25 കിട്ടി. ഓക്കെ, ഇനി വീണ്ടും ഉറപ്പിക്കുകയാണ്, ബേസ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്, എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും അല്ലേ. ബാക്കി എക്സ്ട്രാ ട്രയാങ്കിൾസ് ആരൊക്കെയാണ് നോക്കിയോളൂ. ഈ കാണുന്ന ബേസ് ഫിഗർ 2ന്റെ ഡയഗണൽ. ഓക്കെ, ഡയഗണൽ ഈ ബേസ് ഫിഗർ 1ന്റെ സൈഡ് ബേസോട് ചേർത്ത് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ, റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇതാണ് ആര്, 26ാമത്തെ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ 26 ഉണ്ടെങ്കിൽ സംശയം വേണ്ട, ഇതാണ് 27. കാണുന്നുണ്ടോ റൈറ്റ് ട്രയാങ്കിൾ 27, 26 27 ഓക്കെ അല്ലേ. പിന്നീട് 2 പേരുണ്ട് കേട്ടോ, 2 പേരുണ്ട്. ആരൊക്കെയാണ്, ഇതേ ഡയഗണലും
കണ്ടോ ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ? ഇതേ ഡയഗണൽ വെച്ച് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് 28ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ ഇവിടെ വരും ഈ ഡയഗണൽ വെച്ചിട്ട് ഇങ്ങനെ വരും 29. 28ഉം 29 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, 29 ഓപ്ഷൻ എ 29 ഓപ്ഷൻ എ 29 ട്രയാങ്കിൾസ് ആണ്. വളരെ സിമ്പിൾ അല്ലേ? ആ ബേസ് ഫിഗേഴ്സ് വെക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. മുന്നോട്ട് പോകാലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പം നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത ഫിഗറിനകത്ത് വാല് പോലെ കുറച്ചും കൂടി ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഇവിടെ എണ്ണി എടുക്കുക, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എണ്ണി എടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ എണ്ണിൻ്റെ ബാക്കിയായിട്ട് എണ്ണി എടുക്കാം കേട്ടോ, ബാക്കിയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു സെറ്റ് വരെ അല്ലേ, ഈ ഒരു സെറ്റ് വരെ നമ്മൾ നേരത്തെ എണ്ണിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ എണ്ണിയതാണ് 29. സംശയമില്ലല്ലോ, നേരത്തെ ഇവിടെ 3 അല്ലേ, ഇവിടെ 8 3 8 3 പിന്നെ കോമ്പിനേഷൻ കാരണം അങ്ങനെ മൊത്തം 29 ഓൾറെഡി എണ്ണി എടുത്തതാണ്. ഇതിൻ്റെ വാല് പോലെയാണ് താഴെ ഒരു ഫിഗർ വന്നിരിക്കുന്നത്. ആക്ച്വലി ആരൊക്കെയാണത്? അതും ബേസ് ഫിഗർ 1 അല്ലേ, ബേസ് ഫിഗർ 3 ബേസ് ഫിഗർ 1 ചേർത്ത് വെച്ചാണ് ആ ഫിഗർ ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഈ കാണുന്നത് ബേസ് ഫിഗർ 1 ആണ്, സംശയമില്ലല്ലോ അല്ലേ. അങ്ങനെങ്കിൽ ഇവിടെ 3 ട്രയാങ്കിൾസ് അല്ലേ, ഇത് ബേസ് ഫിഗർ 1 ആണ്, അവിടെ 3 ട്രയാങ്കിൾസ് അല്ലേ. വീണ്ടും ഇതും ഒരു ബേസ് ഫിഗർ 1 ആണ് അല്ലേ, അത് കാരണം അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. ഇതും മൂന്നാമതൊരു ബേസ് ഫിഗർ 1 ആണ്, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. കണ്ടോ 9 വരെ വീണ്ടും ഒറ്റയടി കിട്ടി. ഇപ്പം 29 + 9 കണ്ടോ 38 ഓൾറെഡി ആയി കഴിഞ്ഞു. ഓക്കെ, 38 ബുദ്ധിമുട്ടില്ല. മാക്സിമം ഓപ്ഷൻ 45 വരെ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം ഓൾറെഡി 38 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇനി നമുക്ക് ഇതേ ഇപ്പം 3 ബേസ് ഫിഗർ 1 ചേർത്ത് വെച്ചു. അപ്പം ഈ 2 ബേസ് ഫിഗർ 1 ചേർത്ത് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടത്തില്ലേ? ഈ 2 ബേസ് ഫിഗർ 1 ചേർത്ത് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പം ഇതാണ് ആര്? ഓൾറെഡി 39 ഉണ്ടായിരുന്നു, 38 ഉണ്ടായിരുന്നു, ഇത് 39 ആയി. വീണ്ടും ഇപ്പുറത്തല്ലേ, ഇപ്പുറത്ത് വരും 40ാമത്തെ ട്രയാങ്കിൾ. കാണുന്നുണ്ടോ? 40. അപ്പം 39 40 എളുപ്പം കിട്ടിയില്ലേ? അപ്പം നേരെ 29 കഴിഞ്ഞിട്ട് താഴെ വാല് പോലെ 3 ബേസ് ഫിഗർ 1 ചേർത്ത് വെച്ചത് കാരണമാണ് എന്താണ് നമുക്ക് എത്ര ആയത്? 40 ആയത്. ഓക്കെ, ഇനി ഉറപ്പായിട്ടും ഈ ബേസ് ഫിഗർ 1 മുകളിലത്തെ സെല്ലിലൂടെ പോകുമ്പോഴത്തേക്കും എക്സ്ട്രാ ആളുകൾ ഉണ്ടാവും, അവരെ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളായിട്ട് എണ്ണി കാണിച്ചു തരാൻ നോക്കിയോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ഓക്കെ മുകളിലേക്ക് പോയി ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയത്. അതാണ് 39 കിട്ടിയത്. വീണ്ടും ഇതുപോലെ മുകളിലോട്ട് പോകുന്നു. അടുത്ത ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് നേരെ റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആര്? 41 കേട്ടോ. ഓൾറെഡി 40 ഉണ്ടായിരുന്നു, അത് 41ാമത്തെ ട്രയാങ്കിൾ. കാണുന്നില്ലേ? അതുപോലെ അപ്പർ സൈഡും ഈ പോയിന്റിൽ നിന്ന് ആദ്യത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞു. വീണ്ടും ഈ പോയിന്റ് നേരെ ലെഫ്റ്റ് പോയതാണ് ആര്? 42 കിട്ടുന്നത്. അപ്പം 41 42 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. 41 42. ഓക്കെ, ഇതുപോലെ വീണ്ടും ലൈൻസ് മോഡ് കൊണ്ടുപോകാം. ഈ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞു, സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞു, തേർഡ് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. നമുക്ക് കണ്ടോ ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. റൈറ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കാം. ആര്? 43ാമത്തെ ട്രയാങ്കിൾ. വീണ്ടും അപ്പർ സൈഡും ഇതുപോലെ കണ്ടോ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. 44. അപ്പം 43 44 ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇത് കൂടാതെ ആക്ച്വലി ഒരാളും എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെർട്ടെക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും, തലകുത്തനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇതാണ് ആര്? 45ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, എളുപ്പമല്ലേ? 45 കിട്ടിയത്. ഓപ്ഷൻ ഡി 45 കണ്ടോ. അപ്പോൾ ഫിഗർ അത്യാവശ്യം ബേസ് ഫിഗേഴ്സ് മനസ്സിലാക്കി അവർ അടുക്കി വെച്ച് കറക്റ്റായിട്ട് എണ്ണി എടുക്കാൻ ശ്രമിക്കുക. കോമ്പിനേഷൻ വരുന്ന എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും, അവരെയും പക്കയായിട്ട് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾ മാക്സിമം പല ക്വസ്റ്റിനകത്തും അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ആ ഒരു ഐഡിയ സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. എണ്ണി എടുക്കുന്ന ആ രീതിയിൽ മാക്സിമം ആ രീതി തന്നെ എണ്ണി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ 45 ഈ ഫിഗറിനകത്ത് വരുന്നത്. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഓപ്ഷൻസ് 48 60 56 52 വലിയ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാം. വളരെ സിമ്പിൾ എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫിഗറിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് തമ്മിൽ അല്ലേ രണ്ടും 2 സെറ്റാണ്. ഈ പോയിന്റ് കാരണം രണ്ട് ഗ്രൂപ്പാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം എണ്ണി എടുത്താൽ മതി. ഇൻറ്റു 2 ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് താഴത്തെ ആ ഗ്രൂപ്പ് എടുക്കാം. ഓക്കെ, നമുക്കത് നമ്മുടെ ബേസ് ഫിഗർ 2 ഇവിടെ കാണാം അല്ലേ? ബേസ് ഫിഗർ 2 ഇവിടെ കാണാം.
അല്ലേ? അവിടെ അതേ 2 ഡയഗണൽസ് ഉണ്ട്. അത് കാരണം 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഇവിടെ കിട്ടും 4 × 2 8 പേര്. അങ്ങനെയെങ്കിൽ ഇവിടെയും കിട്ടും 8 ട്രയാങ്കിൾസ്. സംശയമില്ലല്ലോ. 8 8 16ആയി. 2 പേർക്ക് കൂടെ ഒരു കോമൺ സൈഡ് ഉണ്ട്. കോമൺ സൈഡിൽ എക്സ്ട്രാ 2 ട്രയാങ്കിൾസ് ഉണ്ട്. മറന്നു പോകരുത്. ഒരേപോലത്തെ ബേസ് ഫിഗർ ചേരുന്നത് കാരണം ഒരു കോമൺ സൈഡ് വരുന്നു, 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. അപ്പോൾ തന്നെ എത്രയായി? 8 + 2 + 8 ഒറ്റയടിക്ക് 18 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 18ആയി. ഇനി എന്ത് ചെയ്യുന്നു? ഈ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ കൊണ്ട് ആരെ പ്ലേസ് ചെയ്യുന്നത്? ഒരു ബേസ് ഫിഗർ 1 വെച്ചുകൊണ്ടോ? ആ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ ഒരു ബേസ് ഫിഗർ 1 കൊണ്ട് പ്ലേസ് ചെയ്തു. അത് കാരണം അവിടെ എത്ര? 3 ട്രയാങ്കിൾസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ബേസ് ഫിഗർ 1 ആണ്, അവിടെ 3 ട്രയാങ്കിൾസ്. ഇനി എന്ത് സംഭവിക്കുന്നു? ആ ബേസ് ഫിഗർ 1 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി. കണ്ടോ? എക്സ്റ്റെൻഡ് ആയിട്ട് വീണ്ടും വലിയൊരു ബേസ് വെച്ചിട്ട് വലിയൊരു ട്രയാങ്കിൾ അവിടെ ഉണ്ടായി. അവിടെയും ഇതുപോലെ വെർട്ടെക്സും ഓപ്പോസിറ്റ് ലൈൻ പോകുന്ന കാരണം ആ വലിയ ഈ ചുവന്ന ട്രയാങ്കിൾ എന്താണ്? അതും ബേസ് ഫിഗർ 1 ആണ്, 3 ട്രയാങ്കിൾസ്. കണ്ടോ? സെറ്റ് അല്ലേ? അപ്പോൾ എത്ര? ഓൾറെഡി 18 ഉണ്ടായിരുന്നു. 18 3 3 അല്ലേ? ഓൾറെഡി 24 ട്രയാങ്കിൾസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നീട് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ചേർത്ത് വെച്ച കാരണം, ഇങ്ങനെ ലൈൻസ് വരച്ചത് കാരണം എന്താണ്? അതെ, ഈ 2 സൈഡിലും 2 കുഞ്ഞൻ ട്രയാങ്കിൾ. അപ്പോൾ 24 ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് 25ാമത്തെ ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ് 26ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ, ഈ പച്ച റൈറ്റ് ട്രയാങ്കിൾസ് ആണ് 25 26. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25ന്റെ ഈ ഒരു സൈഡ്, 25ാമത്തെ ട്രയാങ്കിളിലെ ഈ സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണൽ ചേർന്നുണ്ടോ? ഇങ്ങനെ കിട്ടും. ആര്? 27ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ അപ്പർ സൈഡും 26ന്റെ ഈ സൈഡും ഈ ഡയഗണൽ ചേർന്ന് ഇങ്ങനെ കിട്ടും. ആര്? 28. ഓക്കെ, സിമ്പിൾ ആയില്ലേ? 27ഉം 28ഉം. അതുപോലെ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഈ വലിയ ലൈനും ആ ബേസ് ഫിഗർ 1ന്റെ ഈ നടുക്കത്തെ ഈ വലിയ ലൈനും ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഈ കാണുന്ന ട്രയാങ്കിൾ ആണ് 29ാമത്തെ ട്രയാങ്കിൾ. ഇപ്പുറത്ത് കണ്ടോ? 30. സെറ്റായില്ല? അപ്പോൾ താഴെ മാത്രം നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. അപ്പം ടോട്ടൽ 30 ഉണ്ടെങ്കിൽ 30 × 2 സംശയം വേണ്ട 60 പേരാണ്. മാക്സിമം ഓപ്ഷൻ 60 ഉള്ളൂ. ഓപ്ഷൻ ബി 60. കണ്ടോ? അപ്പോൾ ആ ബേസ് ഫിഗേഴ്സ് അടിക്ക് വെച്ചൊക്കെ പക്കയായിട്ട് മനസ്സിലാക്കി എടുക്കുക. അത് വെച്ച് എണ്ണി എടുക്കുക. സെറ്റല്ലേ? സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് എണ്ണം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ബേസ് ഫിഗർ 2 8 പേര്, ഇത് 8 പേര്, 8 × 16ആയി. 2 പേർക്ക് ഒരു കോമൺ സൈഡ് 2 അല്ലേ? അപ്പോൾ എത്ര? 18ആയി. ആ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ അല്ലെ, മുകളിൽ കൊണ്ട് ഇയാളെ വെക്കുന്നു. അത് കാരണം 3 ട്രയാങ്കിൾസ് 21ആയി. വീണ്ടും ഈ ലൈൻസ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് വീണ്ടും വലിയൊരു ബേസ് ഫിഗർ 1 ഉണ്ടായി. അത് കാരണം 3 എക്സ്ട്രാ ട്രയാങ്കിൾ 24ആയി. ഇനി 2 കോർണറിലായിട്ട് 2 കുഞ്ഞൻ ട്രയാങ്കിൾസ് 25 26. ഓക്കെ, പിന്നെ 26ന്റെ ഈ ഒരു സൈഡും ഈ ഡയഗണൽ ചേർത്താണ് നമുക്ക് 28ഉം. ഇവിടെ കണ്ടോ? 27. ഇങ്ങനെ 27 28ഉം കിട്ടി. പിന്നെ ഇത് 29 30. കണ്ടോ? ഇത്രയുള്ള സംഭവം എളുപ്പമാണ്. ഓക്കെ, സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? ഇവിടെയുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? തുച്ഛമായ സമയം, ഒരു 5 സെക്കൻഡ് മാത്രം മതി ചെയ്യാനായിട്ടല്ലേ? അതേ കാര്യം നടുക്കിരിക്കുന്നത് ആരാ? നമ്മുടെ ബേസ് ഫിഗർ 2 അല്ലേ? ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റോംബസ് ഷേപ്പ്. അവിടെ 2 ഡയഗണൽസ് മാത്രമുണ്ട്. അത് കാരണം 1 2 3 4 പേരുള്ളത് കാരണം അവിടെ 4 × 2 8 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ആ ബേസ് ഫിഗർ 2ന്റെ 4 സൈഡിലും ആരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു? ബേസ് ഫിഗർ 1 കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. സംശയമില്ലല്ലോ? അപ്പൊ ഇവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ടാകും, ഇവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ടാകും, ഇവിടെ 3 പേര്, ഇവിടെ 3 പേര് അല്ലേ? അപ്പൊ എത്ര? 8 12 20 അല്ലേ? 20 ആണ്. ഓപ്ഷൻ ബി 20. ഓപ്ഷൻ ഡി 20. അല്ല, വളരെ സിമ്പിൾ ചോദ്യമാണ്. ബേസ് ഫിഗേഴ്സ് അറിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാം. അപ്പോൾ ഫിഗർ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ബേസ് ഫിഗറിൻ്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അങ്ങനെ നോക്കിയേ, എണ്ണി നോക്കിയേ. ദേ ഈ നടുക്ക്, ഓക്കെ, ഈ നടുക്കിരിക്കുന്ന ആരാണ്? നമ്മുടെ ബേസ് ഫിഗർ 2 ആണ്. സംശയമില്ലല്ലോ അല്ലേ? അവിടെ 2 ഡയഗണൽസ് ഉണ്ട്. ഓപ്പോസിറ്റ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് നടക്കുന്ന ലൈൻസ് പോയത് കാരണം 1 2 3 4 5 6 7 8 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ബേസ് ഫിഗർ 2നകത്ത് എത്രയുണ്ട്? 8 × 2 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ആണ് അല്ലേ? ആ ബേസ് ഫിഗർ 2ന്റെ 4 സൈഡിലും ആരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു? ബേസ് ഫിഗർ 1 കൊണ്ട് പ്ലേസ് ചെയ്യുന്നു അല്ലേ? ബേസ് 1 കൊണ്ട് പ്ലേസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ 3 ട്രയാങ്കിൾസ്. സംശയമില്ലല്ലോ? അവിടെ 3 ഉണ്ടാകും, ഇവിടെ കിട്ടും. ഓക്കെ, 8 അല്ല 3 ആണേ, 3. ഇവിടെ കിട്ടും 3 ട്രയാങ്കിൾസ്.
ഇവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്, ഇവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പം എന്തായി 16ഉം 12ഉം 28, ഓൾറെഡി 28 അല്ലേ, 16ഉം 12ഉം 28 ഓൾറെഡി കിട്ടി. അപ്പം 4 സൈഡിലും ഓരോ ബേസ് ഫിഗേഴ്സ് 1 ചേർത്ത് വെച്ചു. അപ്പം കോമ്പിനേഷൻ ആണ് അല്ലേ, ബേസ് ഫിഗർ 1 2 കോമ്പിനേഷൻ കാരണം എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ബാക്കി എക്സ്ട്രാ ട്രയാങ്കിൾസ് ആരാണ്? ഈ ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണലിന്റെ പകുതിയും കൂടെ ചേർന്നല്ലേ ഇങ്ങനെ കിട്ടും ആര്? 29ാമത്തെ ട്രയാങ്കിൾ, തൊട്ട് താഴെ 30. ഓക്കെ, അപ്പൊ 29 30. അതേപോലെ എല്ലാ സൈഡും വരത്തില്ലേ 2 പേര് വീതം, 4 സൈഡിൽ ഇതുപോലെ കിട്ടും നമുക്ക് അല്ലേ. അപ്പം ഇതാണ് 31 32 കാണുന്നുണ്ടല്ലോ, 31 32. അതുപോലെ ഇവിടെ പറയാം 33 34. ഓക്കെ, അതുപോലെ ഇവിടെ 35, ഇത് 36 കണ്ടോ. അപ്പോൾ 35ഉം 36, അങ്ങനെ മൊത്തം 36 പേര്. 36 ഓപ്ഷൻ ബി 36 പേരാണ്. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഫിഗർ ബാക്കായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആക്ച്വലി എന്താണ്, ഈ ലൈന് ബെൻഡില്ല, ചെറിയ ബെൻഡുണ്ട് അല്ലേ, ഒരു മടക്കുണ്ട്. പക്ഷെ ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ഫിഗർ സ്ട്രെയിറ്റ് ലൈൻ ആയി കഴിഞ്ഞാൽ എണ്ണം മാറും. ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ, ആ ബെൻഡ് മാറി. ഓക്കെ, ബെൻഡ് മാറുമ്പോൾ എന്ത് പറ്റും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആവും, അപ്പോൾ എണ്ണം മാറും അല്ലേ. ആക്ച്വലി ഈ ഒരു ഫിഗർ നമ്മൾ നേരത്തെ എണ്ണിയതാണ് കേട്ടോ. അതായത് ഈ ഫിഗർ ഓൾറെഡി എണ്ണിയതാണ്. ഇവിടെ 44 ട്രയാങ്കിൾസ് ഓൾറെഡി നമുക്ക് കിട്ടും. ഓക്കെ, ആ ഫിഗർ ജസ്റ്റ് കാണിക്കാം. അതായത് ഇവിടെ ബെൻഡ് നിവർത്തിയപ്പോൾ ഫിഗർ മാറിയിട്ടുണ്ടല്ലേ. ഓക്കെ, ആ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിഗറാണ്. 4 ബേസ് ഫിഗർ ചേർത്ത് വെച്ച ഫിഗറാണ് അത്. അയാൾ ഒരു 45 ഡിഗ്രി റൈറ്റിലോട്ട് ലെഫ്റ്റോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഫിഗറായിട്ട് മാറും അല്ലേ. കണ്ടോ, ഇതായില്ലേ. ദേ ഇവിടെ 8 ട്രയാങ്കിൾസ് ഉള്ള ഫിഗർ കണ്ടോ, 8 പേര് കണ്ടോ, 8 പേര് അങ്ങനെ എടുക്കാം. അങ്ങനെ ഇവിടെ 44 ഉണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ഇവിടെ എണ്ണിയുടെ ബാക്കിയായിട്ട് എണ്ണി എടുക്കാം അല്ലേ. ഇവിടെ നമ്മൾ 36 എണ്ണിയില്ല, അതിൻ്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ എണ്ണി കാണിച്ചു തരാം. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ബെൻഡ് നിവർന്നപ്പം ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഇതാണ് ആര്? 39ാമത്തെ ട്രയാങ്കിൾ. ഇത് 40. ഓക്കെ, 41 42 സെറ്റ് അല്ലേ. സോറി, ഓൾറെഡി 36 അല്ലായിരുന്നു. ഓക്കെ, അപ്പം ഇതാകുമ്പോൾ 37 ശ്രമിക്കുക. 37. അപ്പം ഇത് 38, ഇത് 39, ഇങ്ങനെ 40 ആവും. ഓക്കെ, വീണ്ടും ഈ ഒരു വലിയ ഡയഗണൽ കാരണം ഈ വലിയ സ്ക്വയർ രണ്ടായിട്ട് മുറിക്കും. അപ്പോൾ ഇത് 41 42, ഇത് 43. ഓക്കെ, അങ്ങനെ 44 കിട്ടും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് എണ്ണി എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ 4 ബേസ് ഫിഗർ 2 ചേർത്ത് വെച്ചിട്ട് നമുക്ക് 44 എടുക്കാം. അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ഫിഗേഴ്സൊക്കെ പക്കയായിട്ട് വരച്ച് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകാമല്ലോ. ശരി, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഇവിടെ നമ്മൾ ട്രയാങ്കിൾസ് കാണാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും, ബേസ് ഫിഗർ 2ഉം ബേസ് 1ന്റെ കോമ്പിനേഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഈ കാണുന്നത് ആരാ? ബേസ് ഫിഗർ 2 ആണ്, സംശയം വേണ്ട. അവിടെ എത്ര പേരുണ്ടാകും? ഇവിടെ 8 പേരല്ലേ അല്ലേ. 1 2 3 4 പേരുള്ള കാരണം 4 into 8 ആണ്. അങ്ങനെ ഇവിടെയും കിട്ടും 8 പേര്. ഈ മനസ്സിലാക്കുക, ഒരേപോലത്തെ ബേസ് ഫിഗർ 2 കമ്പൈൻ ചെയ്ത് കാരണം ഒരു കോമൺ സൈഡ് ഉണ്ട്. അവിടെ കിട്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ അല്ലേ. ഒറ്റയടി 18 ആയി. എന്താണ്, 2 സൈഡിലും ഓരോ ബേസ് ഫിഗർ 1 ഇരിക്കുന്നു. ഇവിടെ 3 ട്രയാങ്കിൾസ്, ഇവിടെ 3 ട്രയാങ്കിൾസ് അല്ലേ. സംശയമില്ലല്ലോ. സെറ്റ് അല്ലേ. അപ്പോൾ എത്രയായി? 18 6 24 ഓൾറെഡി ആയിട്ടുണ്ട്. വീണ്ടും ഓർപ്പിക്കുകയാണ്, ബേസ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ആരൊക്കെയാണ് എക്സ്ട്രാ ട്രയാങ്കിൾസ്? ദേ ഈ കാണുന്ന ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡും ഇതിന്റെ ഡയഗണൽ ചേർത്തുണ്ടോ, ഇങ്ങനെ വരും 25 ആട്ടോ, 25ാമത്തെ ട്രയാങ്കിൾ. അതുപോലെ തൊട്ട് താഴെ വരും 26 അല്ലേ, 25ഉം 26. അതുപോലെ അപ്പുറ സൈഡും അല്ലേ, ഇതേപോലെ 27 കണ്ടോ, ഇവിടെ വരും 27. അതുപോലെ താഴെ കിട്ടും 28. അങ്ങനെ മൊത്തം 20 ട്രയാങ്കിൾസ് ആണ്, 28 ട്രയാങ്കിൾസ് ആണ്. ഓപ്ഷൻ സി 28. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ മെനി ട്രയാങ്കിൾസ് ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ. ഇവിടെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാം. ഫിഗർ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഇതുപോലെ ഓൾറെഡി ഇതിന്റെ പകുതിയൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെയും മനസ്സിലാക്കാൻ പറ്റും ബേസ് ഫിഗർ 1ഉം 2ന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ നടുക്കിയിരിക്കുന്നത് ആരാ? ബേസ് ഫിഗർ 2 ആണല്ലോ, സംശയമില്ല. ബേസ് ഫിഗർ 2 ആണ്. അവിടെ 2 ഡയഗണൽസ് മാത്രമുണ്ട്. സോ 2 ഡയഗണൽസ് മാത്രമല്ല, 2 ഡയഗണൽസും കൂടാതെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത 2 ലൈൻസ് ഉണ്ട്. അത് കാരണം ഇവിടെ 1 2 3 4 5 6 7 8 ഉള്ളത് കാരണം 8 into 2 16 ട്രയാങ്കിൾസ് ആണ്. സംശയമില്ലല്ലോ.
ഇനി എന്ത് ചെയ്തു, ഈ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ കൊണ്ട് ആരെ പ്ലേസ് ചെയ്യുന്നു, ബേസ് ഫിഗർ 1 പ്ലേസ് ചെയ്യുന്നുണ്ടോ? ഇത് ബേസ് ഫിഗർ 1 അല്ലേ, അത് കാരണം അവിടെ കിട്ടും 3 ട്രയാങ്കിൾസ്. ഓക്കെ ആണോ? ആ ബേസ് ഫിഗർ 2ന്റെ മുകളിൽ ഒരു ബേസ് ഫിഗർ 1 വെച്ചു, അത് കാരണം അവിടെ കിട്ടും 3 ട്രയാങ്കിൾസ്. വീണ്ടും ഈ ബേസ് ഫിഗർ 1 താഴത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വലിയൊരു ബേസ് വെച്ചിട്ട് വലിയൊരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ ആരാണ്? അത് നമ്മുടെ ബേസ് ഫിഗർ 1 ആണ് അല്ലേ. വലിയ ബേസ് ഫിഗർ 1 ആയി, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. അത്ര 16ഉം 6ഉം 22 ഓൾറെഡി ആയി. ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് കാരണം, ഇങ്ങനെ ലൈൻസ് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് കാരണം 2 കോർണറിലായിട്ട് 2 കുഞ്ഞൻ റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. 23ഉം ഇത് 24ഉം. 23ഉം 24ഉം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. സെറ്റാണോ? ഓക്കെ. അടുത്ത 16, മുകളിൽ ബേസ് ഫിഗർ 1 3 പേര്. ആ ബേസ് ഫിഗർ 1 വീണ്ടും വലുതായപ്പം വീണ്ടും വലിയ ബേസ് ഫിഗർ 1 ആയി, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. പിന്നെ 2 സൈഡിലും 2 കോർണറിലായിട്ട് 2 കുഞ്ഞൻ ട്രയാങ്കിൾസ് 23 24. ഇനി ആരൊക്കെ എക്സ്ട്രാ ഉള്ളത്? ഇനി ആരൊക്കെയാണ്? ഓക്കെ, ഇനി ഈ ബേസ് ഫിഗർ 23 ട്രയാങ്കിൾ 23ന്റെ ഈ ഒരു സൈഡും ഈ ബേസ് ഫിഗർ 2ന്റെ ഡയഗണലിന്റെ പകുതി കൂടെ ചേർത്ത് ഇങ്ങനെ കിട്ടും ആര്? 25ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെ വരും 26ാമത്തെ ഉണ്ടോ, 26. അങ്ങനെ 25 26 കിട്ടി. അതുപോലെ ഇപ്പുറത്തും വരും കണ്ടോ, ഇങ്ങനെ 27. ഇതാണ് 27ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഇത് 28ാമത്തെ ട്രയാങ്കിൾ. അങ്ങനെ 27ഉം 28ഉമാണ്. മൊത്തം 28 പേരുണ്ട്. ഓപ്ഷൻ ബി 28. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗറിൽ നമ്മൾ ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ബേസ് ഫിഗേഴ്സ് മനസ്സിലാക്കി എടുക്കുക. ഇവിടെയും ബേസ് ഫിഗർ 1ഉം 2ഉം കാണാൻ പറ്റും. ആരൊക്കെയാണ്? നടുക്കിരിക്കുന്ന കുഞ്ഞൻ സ്ക്വയർ അല്ലെങ്കിൽ കുഞ്ഞൻ റോംബസ് ആരാ? ബേസ് ഫിഗർ 2 ആണ്. ഇവിടെ 1 2 3 4 പേരുള്ളത് കാരണം 4 × 2 8 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ടോട്ടൽ നമ്പർ കിട്ടുന്നത് അല്ലേ. 8 പേരായി. നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ബേസ് ഫിഗർ 1 കാണുന്നില്ലേ? ഇത് ബേസ് ഫിഗർ 1 ആണല്ലോ, അവിടെ 3 ട്രയാങ്കിൾസ്. ഓക്കെ, വീണ്ടും ആ ബേസ് ഫിഗർ 1, ഓക്കെ, ആ ബേസ് ഫിഗർ 1 എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് ലൈൻസ് എക്സ്റ്റെൻഡ് ആയി, കാണുന്നുണ്ടോ? വീണ്ടും അവിടെ വലിയൊരു ബേസും ഉണ്ടായി. ഈ ലൈൻ കാരണം കുറച്ചും കൂടി ഒരു വലിയ ബേസ് ഫിഗർ 1 ഉണ്ടായി, നീല ബേസ് ഫിഗർ 1 അല്ലേ. അവിടെ കിട്ടും എന്താണ്, 3 ട്രയാങ്കിൾസ് അല്ലേ. അവിടെ 3 ട്രയാങ്കിൾസ് കിട്ടും. വീണ്ടും ആ നീല ബേസ് ഫിഗർ 1 ഓക്കെ കുറച്ചും കൂടെ താഴത്തോട്ട് എക്സ്റ്റെൻഡ് ആയി അല്ലേ, കണ്ടോ? അപ്പോൾ വീണ്ടും നമുക്ക് വീണ്ടും വലിയൊരു പച്ച ബേസ് ഫിഗർ 1 കിട്ടി അല്ലേ. വലിയ പച്ച ബേസ് ഫിഗർ 1 കിട്ടി, അവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ് അല്ലേ. ഓൾറെഡി 8ഉം എത്ര 8 9 അല്ലേ, 8 9 17 ട്രയാങ്കിൾസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ആരൊക്കെ എക്സ്ട്രാ ഉള്ളത്? ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കോർണറിലുള്ള കുഞ്ഞൻ ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് 18ാമത്തെ ട്രയാങ്കിൾ. ഇപ്പുറത്ത് വരും 19. ഓക്കെ, ഇതാണ് 19ാമത്തെ ട്രയാങ്കിൾ. വീണ്ടും അതുപോലെ ഈ കോർണറിൽ 2 പേരല്ലേ. 20ാമത്തെ ട്രയാങ്കിൾ ഇതാണ്. 20ാമത്തെ ട്രയാങ്കിൾ ഇതാണ്. ഇത് 21. ഓക്കെ, 21. അങ്ങനെ മൊത്തം 21 പേരുള്ളൂ. ഓപ്ഷൻ ബി 21 ഉള്ളൂ കേട്ടോ. ആക്ച്വലി ലൈൻ ഇവിടെ മീറ്റ് ചെയ്യുന്നത്, ഇവിടെ മീറ്റ് ചെയ്യുന്നില്ല. മീറ്റ് ചെയ്യുകയാണെങ്കിൽ എണ്ണം വീണ്ടും 2 പേര് കൂടും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ മൊത്തം 21 കേട്ടോ, 21 ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കോളൂ. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗർ നമ്പർ ട്രയാങ്കിൾസ് കാണണം. അപ്പോൾ ഇവിടെ നമ്മുടെ ബേസ് ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നോക്കിക്കോളാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? അതെ, ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ വെട്ടക്സിൽ നിന്ന് ഇങ്ങനെ 1 2 3 ലൈൻസ് പോയിട്ടില്ലേ. ഓക്കെ, ഇങ്ങനെ 1 2 3 ലൈൻസ് പോയിട്ടുണ്ട് അല്ലേ. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ബേസ് ഫിഗർ 1 പറഞ്ഞതിനകത്തുള്ള ആ ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ലൈൻസ് വരച്ച് കാരണം അകത്ത് 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 1 + 2 + 3 + 4 ഇവിടെ കിട്ടും 10 ട്രയാങ്കിൾസ്. അവിടെ മാത്രം നമുക്ക് എന്ത് കിട്ടി, 10 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കി ആരെ ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ നമുക്ക് അടുത്ത ബേസ് ഫിഗർ 2 ഉണ്ടാക്കാൻ പറ്റില്ല. നോക്കിയേ, ഇതേ ഈ പോയിന്റ് നിന്ന് ഇങ്ങനെ എടുക്കാം, കാണുന്നുണ്ടോ? ഒരു ക്വാഡ്രിലാറ്ററലായി 4 സൈഡുള്ള ഫിഗറായി. അവിടെ 2 ഡയഗണൽസ് മാത്രം വരച്ചു. അപ്പോൾ എന്തായി, 1 2 3 4 കുഞ്ഞൻ ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2. അതായത് 4 × 2 8 ട്രയാങ്കിൾസ് ഇവിടെ ഓൾറെഡി ഉണ്ടാകും. അപ്പം എത്രയായി? 10 + 8 ഓൾറെഡി 18ആയി. ഓക്കെ, ഇനി ആ ഫിഗർ കംപ്ലീറ്റ് ആകാനായിട്ട് ഓക്കെ എന്താണ്, ഇങ്ങനെ 2 ലൈൻസ് മാത്രം വരയ്ക്കുമ്പോൾ ഫിഗറും കംപ്ലീറ്റ് ആവും. ഈ 2 ലൈൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇതാണ് ആര്? 19ാമത്തെ ട്രയാങ്കിൾ.
ഓക്കെ, തൊട്ട് താഴെ ഇതേ ലൈൻ കാരണം ഇങ്ങനെ കിട്ടും 20ാമത്തെ ട്രയാങ്കിൾ. 20ഉം 19ഉം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? വീണ്ടും അതുപോലെ ഓക്കെ 20ന്റെ ഈ ഒരു ബേസ്. ഓക്കെ, പിന്നെ ഈ കാണുന്ന ബേസ് ഫിഗർ 1ന്റെ ഈ ഒരു സൈഡ് ചേർത്ത് ഇങ്ങനെ ഒരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലേ? ഒരാളെ കിട്ടത്തില്ലേ? ഇതാണ് ആര്? 21ാമത്തെ ട്രയാങ്കിൾ. ഇവിടെയും അതുപോലെ പറയാം 22. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ 22, വെറും 22 ട്രയാങ്കിൾസേ ഉള്ളൂ. ഓപ്ഷൻ സി 22. ഓക്കെ, ക്ലിയർ ആയോ? സെറ്റല്ലേ? അപ്പം ഈ കാണുന്നത് ഫിഗറിനകത്ത് മൊത്തം 22 ട്രയാങ്കിൾസ് ആണ്. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ്, ഓക്കെ, അതിനകത്ത് വരുന്ന ബേസ് ഫിഗർ 1 and 2 ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ബേസ് ഫിഗേഴ്സ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, അവരുടെ കോമ്പിനേഷൻ മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനി വരച്ച് പഠിച്ച് ഈ പറഞ്ഞ ട്രിക്സ് ഒക്കെ അതിലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ സ്പീഡ് മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി കുട്ടികളെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.